ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻ വാലഹു വബഅദ്. നമ്മൾ ജുമുഅക്ക് മുമ്പ് അടിമകൾക്ക് പുറത്തിറങ്ങാനുള്ള വഴികളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ 10 വഴികളാണ് നമ്മൾ പറഞ്ഞു വച്ചത്. അതിൽ 2 ശേഷിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ പെട്ടെന്ന് പറഞ്ഞു പോകാം. സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ പലതും ഇനി നമുക്ക് വരാനുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഒരു മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത ഇവിടെ നന്നേ ബോധ്യപ്പെടണം. പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ആളുകൾ ആദ്യം കേൾക്കൽ നിരീശ്വര നിർമ്മതവാദികളിൽ നിന്നും മതത്തെ വക്രീകരിക്കാനും വ്യാജാരോപണങ്ങൾക്ക് വിധേയമാക്കാനും നടക്കുന്ന കുറേ മുസ്ലിം നാമധാരികളിൽ നിന്നാണ് പലപ്പോഴും പലരും ഇത് കേൾക്കുക. അപ്പോൾ അത് കാരണത്താൽ തന്നെ ഈ ദുരാരോപണങ്ങൾ കേട്ട് അത് മനസ്സിൽ സ്വാധീനിച്ച് പിന്നെ സത്യം ആ മനസ്സുകളിൽ സന്നിവേശിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. നമ്മൾക്ക് പലരിലും ഒരു അനുഭവമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ ഇത്തരം വിഷയങ്ങൾ ഇതൊക്കെ എത്ര മഹത്തായ കാര്യങ്ങളാണ്. ഈ വിഷയങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളായിരിക്കെ ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ഗവേഷണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു തെറ്റായ നിലപാട് അതിനെ പൊക്കി പിടിച്ചിട്ടാണ് ഇത് മുഴുവൻ തമസ്കരിക്കുക. ആ തെറ്റിദ്ധാരണയാണ് നമ്മുടെ മനസ്സിൽ പലപ്പോഴും അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, സ്വാധീനിക്കും ചെയ്യാം. ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു വിഷയം, സമീപനത്തിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴവ് അതെടുത്ത് പെരുപ്പിച്ച് പറയുമ്പോൾ ഈ പറയപ്പെട്ട യാഥാർത്ഥ്യങ്ങളൊക്കെയും അത്തരം ആളുകളുടെ മുമ്പിൽ തമസ്കരിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഇദാ ബലഗൽ മാഉ ഖുല്ലത്തൈനി ഫലാ യഹ്മിലുൽ ഖബസ്. വെള്ളം 2 കുല്ലത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ സ്വാധീനിക്കൂല എന്നുള്ളതാണ്. ചെറിയ നജസ്സൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിറമോ മണമോ ഗുണമോ വ്യത്യാസപ്പെടാതെ വെള്ളം നജസ്സാവില്ല. അതൊരു തത്വമാണ്, ഒരു ഹദീസാണ്, ഒരു പൊതു തത്വമാണ്. അപ്പോൾ ഇത്രമേൽ വലിയ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ദീനായിരിക്കെ ചില വ്യക്തികളുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് ഈ സത്യങ്ങളെ മുഴുവൻ തമസ്കരിക്കുക എന്നുള്ളത് അതൊരിക്കലും നീതിയല്ല. നമ്മളെന്തിനാണ് ഇത്തരം കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പോണത്? ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ അവരുടെ തെറ്റിദ്ധരിപ്പിക്കലുകളും അപവാദങ്ങളും ഒന്നും നമ്മളിൽ സ്വാധീനിക്കാതിരിക്കാനും അതേപോലെ നമ്മുടെ ദീനിൻ്റെ ഈ മഹത്വം നമ്മൾ മനസ്സിലാക്കാനും വേണ്ടി അടിമകൾക്ക് പുറത്തു പോകാനുള്ള വഴികളിൽ ഏറ്റവും മഹനീയമായതാണ് ഈ പറഞ്ഞത് അൽബിർ. പുണ്യം നേടാൻ, നന്മ നേടാൻ, പ്രതിഫലം കരസ്ഥമാക്കാൻ, സ്വർഗം ലഭ്യമാകാൻ അടിമകളെ മോചിപ്പിക്കുക എന്നുള്ള വിഷയം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ നിങ്ങൾ. സൂറത്തുൽ ബലദിൽ അള്ളാഹു പറയാണ് ഫലഖ്തഹമൽ അഖബ. അള്ളാഹു സുബ്ഹാനഹു വ തആല വഹദൈനാഹു നജ്ദൈൻ. മനുഷ്യന് നൽകിയ കുറേ അനുഗ്രഹങ്ങളെ എണ്ണിയതിന് ശേഷം, പ്രധാനപ്പെട്ട വലിയ അനുഗ്രഹങ്ങളെ എണ്ണിയതിന് ശേഷം അള്ളാഹു പറയാണ് ഫലഖ്തഹമൽ അഖബ. എന്നിട്ട് ആ മലമ്പാതയിൽ അവൻ തള്ളിക്കടന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് സാഹസപ്പെടാൻ പറയാണ്, അധ്വാനിക്കാൻ പറയാണ്, പരിശ്രമിക്കാൻ പറയാണ്. എന്താ വമ അദറാക്കമൽ അഖബ, സാഹസപ്പെടേണ്ട വിഷയം എന്താ? അതാണ് ഫക്കു റഖബ. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അടിമയെ മോചിപ്പിക്കുക, ഒന്നാമത് പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ പുണ്യം. ഒരാൾ സാഹസപ്പെട്ട് കഠിനാധ്വാനിയായിട്ട് ചെയ്യേണ്ട വിഷയം അടിമയെ മോചിപ്പിക്കുക. അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം കൊടുക്കുക, കുടുംബ ബന്ധമുള്ള അനാഥക്ക് അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന് പിന്നെ അന്നം നൽകുക തുടങ്ങിയ വിഷയം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കി നിങ്ങൾ, അവിടെ അള്ളാഹു ആദ്യം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, മനുഷ്യനോട് ഫക്കു റഖബത്തിൻ, അടിമ മോചനത്തിൻ്റെ വിഷയമാണ്. അന്നൊരിക്കൽ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നു. എന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് അല്ലിംനി അമലൻ യുദ്ഖിലുനി അൽ ജന്ന. തിരുദൂതരെ, എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം എന്നെ പഠിപ്പിക്കൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് ആതിഖിൻ നസമ വഫുക്കർ റഖബ. ഇതാണ്, താങ്കൾ നസമയെ വിട്ടയക്കുക, റഖബയെ മോചിപ്പിക്കുക എന്നാണ്. നസമ എന്ന് പറഞ്ഞാലും അടിമയാണ്, റഖബ എന്ന് പറഞ്ഞാലും അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആതിഖിൻ നസമ, അടിമയെ മോചിപ്പിക്കുക, വഫുക്കർ റഖബ, അതും അടിമയെ മോചിപ്പിക്കുന്നതാണ്. ഞാനതിൻ്റെ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് അർത്ഥം ഇങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ ഈ അറാബി ചോദിക്കുകയാണ്,
അവലൈസത്ത ബിവാഹിദത്തി യാ റസൂലല്ലാ, തിരുദൂത ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? ആത്തിഖിൻ നസമ എന്ന് പറഞ്ഞാലും ഫുക്കർ റഖബ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയല്ലേ? പിന്നെ എന്തിനാ രണ്ട് പ്രയോഗം? ആറാമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരിച്ചു വെച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൊടുത്തു. പറഞ്ഞത് എന്താ? ഇന്ന ഇത്ഖൻ നസമ അൻ തഫറദ ബിഇത്ഖിഹ വഫക്കർ റഖബ അൻ തുഈന ഫി ഇത്ഖിഹ എന്നാണ്. ആത്തിഖിൻ നസമ എന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്തുള്ള അടിമകളെ നീ മോചിപ്പിക്കുക. നിൻ്റെ അടുത്ത് അടിമകളുണ്ടെങ്കിൽ നീ സ്വയം അവയെ മോചിപ്പിക്കലാണ് ആത്തിഖിൻ നസമ. ഫുക്കർ റഖബ എന്ന് പറഞ്ഞാലോ, മറ്റൊരുത്തൻ്റെ അടുത്ത് അടിമകളുണ്ടെങ്കിൽ അതിനെ അവിടെ പോയിട്ട് മോചിപ്പിക്കുക, അയാൾക്ക് പൈസ കൊടുത്തിട്ട് മോചിപ്പിക്കുക, അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഏതെങ്കിലും മാർഗേണ മോചിപ്പിക്കുക. സ്വന്തം അടിമയെ മോചിപ്പിക്കലാണ് എന്ത്? ആത്തിഖിൻ നസമ. മറ്റുള്ളവരുടെ അടിമകളെ അധ്വാനിച്ച് മുതൽ മുടക്കി മോചിപ്പിക്കലാണെന്ത്? ഫുക്കർ റഖബ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടും വേർതിരിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സ്വന്തം കീഴിൽ അടിമകളുണ്ട് എങ്കിൽ അതിനെ മോചിപ്പിക്കൽ, മറ്റുള്ളവരുടെ അടുക്കൽ അടിമകളുണ്ട് എങ്കിൽ അവയെ മോചിപ്പിക്കൽ, ഇതൊക്കെ സ്വർഗപ്രവേശനത്തിന് പര്യാപ്തമായ കർമ്മമായി നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അവർ ഉദ്ധരിക്കുകയാണ്. ലഖദ് അമറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിൽ അതാഖതി ഫീ കുസൂഫി ശംസ് എന്നാണ്. സൂര്യഗ്രഹണ സമയത്ത് അടിമകളെ മോചിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അത് തീർച്ചപ്പെടുത്തിയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹണം ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്കരിക്കും അല്ലേ, നമ്മൾ ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാനം വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. അതിൽ ഒരു ദാനാണ് ഈ ഗ്രഹണ സമയത്ത് അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചാണ്. ആ വിഷയത്തിൽ മറ്റൊരു ഹദീസ്, അയ്യുംറിഇൻ മുസ്ലിമിൻ ആതക ഇംറഅൻ മുസ്ലിമൻ കാന ഫകാകഹു മിനന്നാർ എന്നാണ്. ഏതൊരു മുസ്ലിമാണോ മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കുന്നത് അത് അവന് നരകത്തിൽ നിന്നുള്ള മോചനമാണെന്നാണ്. ഒരാളെ മോചിപ്പിക്കുമ്പോൾ, ഒരു മുസ്ലിമിനെ മോചിപ്പിക്കുമ്പോൾ സ്വന്തം തടി നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടായത്. അതൊരു മുസ്ലിമായ അടിമയുടെ വിഷയത്തിൽ. മൊത്തം അടിമകളുടെ വിഷയത്തിൽ നോക്കി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ആതക റഖബതൻ ആതകല്ലാഹു ബികുല്ലി ഉദ്വിൻ മിൻഹാ ഉദ്വൻ മിൻ അഅദാഇഹി മിനന്നാർ എന്നാണ്. വല്ലവനും ഒരു അടിമയെ മോചിപ്പിച്ചാൽ ആ അടിമയുടെ ഓരോ അവയവത്തിനും ഈ മോചിപ്പിച്ചവൻ്റെ അവയവങ്ങളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ആ ഒരു വിഷയം പറഞ്ഞ ഹത്താ ഫർജഹു ബി ഫർജിഹി എന്നാണ്. ലൈംഗിക അവയവത്തിന് പകരം ഇവൻ്റെ ലൈംഗിക അവയവം, മോചിപ്പിച്ചവൻ്റെ ലൈംഗിക അവയവം പോലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറഞ്ഞെങ്കിൽ, ഒരു വ്യക്തിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പേറുന്ന അവയവങ്ങളുണ്ടല്ലോ, അത്രയും അവയവം മോചിപ്പിച്ചവനുമുണ്ട്. അതൊക്കെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കരണീയമായ കർമ്മമാണ് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അടിമമോചനത്തിൻ്റെ പുണ്യത്തെ വിളിച്ചോതുന്ന ഹദീസാണിത്. ഇതേപോലെ ഇനി മറ്റൊരു കാര്യം, ഇതാണ് 12ാമത്തെ വിഷയം. അടിമകൾ അടിമത്തത്തിൽ നിന്ന് മോചിതമാകാൻ ഇസ്ലാം നിശ്ചയിച്ച നിയമമാക്കിയ വിഷയങ്ങളിൽ മറ്റൊന്നാണിത്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സലാസുല്ലാ യജൂസു ലഇബു ഫീഹിൻ, 3 കാര്യങ്ങളിൽ കളി തമാശ പാടില്ല. ഏതാ 3 കാര്യം? അത്തലാഖു വൻ നിക്കാഹ് വൽ ഇത്ഖ്. തലാഖ്, നിക്കാഹ്, ഇത്ഖ്, അടിമമോചനം. ഇതിലെന്ത് പാടില്ല? ഒരാൾ തമാശ പാടില്ല എന്ന് പറഞ്ഞാൽ നിക്കാഹിൻ്റെ വിഷയത്തിൽ തമാശിക്കാൻ പാടില്ല, തലാഖിൻ്റെ വിഷയത്തിൽ തമാശിക്കാൻ പാടില്ല. അത് ഭവിക്കും. അതേപോലെ തന്നെ അടിമയെ നോക്കിയിട്ട് തമാശിച്ചാൽ, അടിമനോട് ഒരാൾ തമാശയിൽ പറയുകയാണ് ഞാൻ നിന്നെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മോചനം സാധ്യമായി, മോചനമായി. അതാണ് ഇവിടെ ഹദീസിൽ ഇമാം തബ്രാനി നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് അറിയിക്കുന്നത്. ഇവിടെ നോക്കി നിങ്ങൾ, വല്ലവരും തമാശയായി തലാഖ് ചൊല്ലുകയോ അടിമ മോചനം നടത്തുകയോ ചെയ്താൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ലഇബ ബി തലാഖിൻ ഔ അതാഖിൻ ഫഹുവ കമാ ഖാൽ. അപ്പോൾ തലാഖിൻ്റെ വിഷയത്തിൽ തമാശിച്ചാൽ തലാഖ് ഭവിക്കുന്നത് പോലെ അടിമ മോചനത്തിൻ്റെ വിഷയത്തിൽ തമാശിച്ചാൽ അത് ജിദ്ദുഹുൻ നജിദ്ദുൻ വ ഹസ്ലുഹുൻ നജിദ്ദുൻ എന്നറില്ലേ. കാര്യമാണ്, കളിയും കാര്യമാണ്. അടിമ സ്വതന്ത്രമാകും. ഒരജമാനെ തന്നോട് തമാശിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടിമക്ക് അവകാശമുണ്ട് തന്നെ ഇയാൾ തമാശിച്ച് മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് തെളിവുദ്ധരിച്ചിട്ട് തൻ്റെ മോചനം വാങ്ങിക്കാൻ, അയാൾക്ക് സ്വതന്ത്രമാകാൻ എന്നുള്ളതാണ്. ഇതാണ് ഈ വിഷയത്തിൽ
നമുക്ക് 12 കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചത്. എന്താ പറഞ്ഞത്? അടിമകൾക്ക് പുറത്തുപോയി സ്വതന്ത്രമായി ജീവിക്കാൻ ഇസ്ലാം നിശ്ചയിച്ച വഴികൾ, വരാനുള്ള വഴികൾ പലതായിരുന്നു. അത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം തടഞ്ഞു. അടിമകളുണ്ടാകുന്ന ഒരു വഴി, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്, അത് നിർത്താൻ പറ്റില്ല, അതിനെ നിലനിർത്തി. പക്ഷേ അടിമകൾക്ക് വരാനുള്ള വഴികളെ മുഴുവൻ തടഞ്ഞ് പോകാനുള്ള വഴികളെ യഥേഷ്ടമാക്കി ദീനുൽ ഇസ്ലാം. ആ വഴികൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ക്രോഡീകരിച്ചാണ് ഈ 12 ഇങ്ങനെ. അത് ആണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. കഫാറാത്തിൽ നമ്മളിവിടെ എഴുതിയല്ലോ, അതൊക്കെ അടിമകളെ മോചിപ്പിച്ചിട്ട് കഫാറത്തുകളാണ് നമ്മൾ എഴുതിയത്. കഫാറത്തുകൾ കുറേ ഉണ്ട്, പക്ഷേ അടിമകൾ മോചിപ്പിക്കപ്പെട്ടുകൊണ്ടുള്ള കഫാറത്തുകളാണ് നമ്മളിവിടെ എഴുതിയത്. കഫാറത്തു സിയാം, കഫാറത്തു ബിഹാർ, അതേപോലെ തന്നെ കഫാറത്തുൽ യമീൻ, കഫാറത്തുൽ ഖത്ൽ, കഫാറത്തുൽ നദർ, ഇതൊക്കെ അടിമകളെ മോചിപ്പിച്ചുകൊണ്ടുള്ള കഫാറത്തിൻ്റെ വകുപ്പുകൾ ആണ് അതിൽ എഴുതിയത്. അല്ലേ, ഓരോന്നിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പിന്നെ വരും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ കേൾക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണിത്, പഠിച്ചു വെക്കേണ്ട പോയിന്റുകളാണിതൊക്കെ. ഇനി നമ്മൾ അടുത്തത് സംസാരിക്കുന്നത് ഇസ്ലാമിൽ അടിമകൾ ഉണ്ടായാൽ അവർക്കുള്ള റൈറ്റ്സ്, അവകാശങ്ങൾ, അതെന്ത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മെൻഷൻ ചെയ്തൊരു വിഷയമാണത്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖദ് അലിംനാ മാ ഫറദ്നാ അലൈഹിം ഫി അസ്വാജിഹിം വമാ മലകത് അയ്മാനുഹും. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ വലത് കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞെങ്കിൽ മിൽക്കി യമീൻ, അടിമകളാണ് ഉദ്ദേശം. അവരുടെ കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഈ അടിമകളുടെ വിഷയത്തിൽ കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ കേൾക്കാൻ പോകുന്നത്. അടിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ മനസ്സിൽ ബന്ധനങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, ഫാക്ടറികളിലും ഖനികളിലുമൊക്കെ നിഷ്ഠൂര മർദ്ദനങ്ങൾക്ക്, പീഡനങ്ങൾക്ക്, ബലാത്കാരങ്ങൾക്ക് വിധേയരായിട്ട് ഇങ്ങനെ ഒരു വിഭാഗം ആളുകളാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം അടിമകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ എങ്ങനെ അവരോട് വർത്തിക്കണം, അവർക്ക് എന്ത് അവകാശമുണ്ട് എന്നുള്ളത് പഠിപ്പിച്ചത് നമ്മൾ വായിക്കുമ്പോൾ അവിശ്വസനീയമാണ് അടിമകളോടുള്ള പെരുമാറ്റത്തിൻ്റെ വിഷയങ്ങൾ. അതിൽ ഒന്നാമത്തേത് അടിമ എന്ന് വിളിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഒരടിമയെയും അടിമ എന്ന് വിളിക്കാൻ പാടുള്ളതല്ല, അടിമ സ്ത്രീ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എൻ്റെ അബ്ദ് അടിമ, എൻ്റെ അമത്ത് അടിമ പെണ്ണ് എന്ന് ആരും വിളിച്ചു പോകരുത്. നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്, എല്ലാ മനുഷ്യരും അള്ളാഹിൻ്റെ അടിമകളാണ്. ഒരാളെയും എൻ്റെ അടിമ എന്ന് വിളിക്കരുത്, അടിമ പെണ്ണ് എന്ന് വിളിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി. നിങ്ങളെല്ലാവരും അള്ളാഹിൻ്റെ അടിമകളാണ്, നിങ്ങളിലെ സ്ത്രീകൾ അള്ളാഹുവിൻ്റെ അടിയാത്തികളുമാണ്. അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല. വിളിക്കേണ്ടത് പറഞ്ഞു കൊടുത്ത് ഗുലാമി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫത്താ എന്ന് വിളിക്കാം. അതൊരു ഇഴയിത്തലിൻ്റെ പ്രയോഗമല്ല ഗുലാമി എന്നുള്ളതും ഫത്താ എന്നും ഒക്കെ വിളിക്കുന്നത്, മനസ്സിലല്ലേ? ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ജ്ഞാനം അന്വേഷിച്ച് പോയ യാത്ര ഉണ്ടോ? അതിൽ യാത്രയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടാരാ? വൈദ് ഖാല മൂസ ലി ഫതാഹു, മൂസ തൻ്റെ ഫത്തയോട് പറഞ്ഞു എന്നാണ്. ഫത്താരാ? ഫത്ത ഒരു നബിയാണ്. യൂഷഅ ബിൻ നൂൻ, യൂഷഅ ബിൻ നൂനെ ഫത്ത എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫത്ത എന്ന് പ്രയോഗിക്കാൻ പറഞ്ഞു, ഫതാത്ത് പെണ്ണാണിയെങ്കിൽ. അതുപോലെ ഗുലാം എന്ന് വിളിക്കാൻ പറഞ്ഞു. ഗുലാമും ഒരു ഇകഴ്ത്തലിൻ്റെ പ്രയോഗമൊന്നുമല്ല. ഗുലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മിറാജിൻ്റെ രാവിൽ സന്ധിക്കുമ്പോഴുണ്ടല്ലോ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കരയുന്ന ഒരു വിഷയമുണ്ട്. അപ്പോൾ ആ കരച്ചിലിൻ്റെ വിഷയത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിക്കുന്നുണ്ട്, എൻ്റെ കാലശേഷം വരുന്ന ഒരു ഗുലാം, അദ്ദേഹത്തിന് തന്നേക്കാൾ സ്വീകാര്യത അനുയായി വൃന്ദം കൂടുതൽ എന്ന് പറഞ്ഞിട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പരിഭവം വരുന്നത്. അവിടെ ഗുലാം എന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം പ്രയോഗങ്ങൾ ഗുലാം പ്രയോഗിക്കാം, ഫത്ത പ്രയോഗിക്കാം, പക്ഷേ ഒരിക്കലും അടിമയാണ് എൻ്റെ അടിമ എന്ന് വിളിക്കാൻ പാടില്ല, അടിമ പെണ്ണ് എന്ന് വിളിക്കാൻ പാടില്ല. അത് ഇസ്ലാം വിലക്കി. നോക്കി നിങ്ങൾ, പിന്നെന്താ വിളിക്കുക? അല്ല, പിന്നെ ആരാണ് തൻ്റെ കീഴിൽ ഒരു വ്യക്തി വന്നാൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ മംലൂക്ക് അഹൂക എന്നാണ്. അടിമ താങ്കളുടെ സഹോദരനാണ്.
ഇഖ്വാനുക്കും ഖവലുക്കും, നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമ ഉടമ അവരുടെ ബന്ധം സാഹോദര്യമായിട്ടാണ് വിശേഷിപ്പിച്ചത്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചത്. അടിമ സഹോദരനാണ്, അടിമകൾ സഹോദരങ്ങളാണ്. ഇതൊക്കെ സഹിയായി വന്ന ഹദീസിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അതിൻ്റെ പ്രയോഗം ഹദീസിന് നമുക്ക് വരും. ഈ സാഹോദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വർത്തനങ്ങൾ ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഈ മൗലന്മാരുണ്ടായിരുന്നു. മോചിപ്പിച്ചതിന് ശേഷം അവർക്ക് പറയുന്ന പേരാണ് മൗല. ഉടമക്കും മൗല എന്ന് പറയും, അടിമക്കും മൗല എന്ന് പറയും. ഒരേ പേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലന്മാരിൽ ഒരാളാണല്ലോ ഉസാമ ഇബ്നു സെയ്ദ് നമ്മൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഉസാമ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ തൊലിപ്പുറം അല്പം നിറം മങ്ങി കറുപ്പായി കാണപ്പെട്ടിരുന്നു. ഉസാമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരിക്കൽ ഇബ്നു മാജ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഈ ഉസാമ ഓടി വന്നപ്പോൾ വാതിൽപ്പടി ഉണ്ടല്ലോ അതിന്മേൽ തടഞ്ഞാണ്ട് വീണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തല പൊട്ടി രക്തം കിനിഞ്ഞ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ അടുത്തുണ്ടായിരുന്നു. ആയിഷയോട് പറഞ്ഞു, അമീത്തി അൻഹുലാദ, ഇത് തുടച്ചു കൊടുക്കാൻ പറഞ്ഞു. വീണ അടയാളമുണ്ട്, മണ്ണായിട്ടുണ്ടാകും, പിന്നെ ചോരയും. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്ത് അവർക്കൊരു പ്രയാസം അത് തുടക്കാൻ. ചിലപ്പോൾ രക്തം കണ്ടിട്ടായിരിക്കാം, എന്തായാലും അവർക്കൊരു പ്രയാസം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്ത്, ഫജഅല യമുസ്സുദ്ദമ ബിഫമിഹി സുമ്മ യമുജുഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമയുടെ തലയിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ആ രക്തം തൻ്റെ വായ കൊണ്ട് വലിച്ചെടുത്തു. മസ്സ നന്നാണ്, അത് നക്കിയെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തുപ്പാൻ തുടങ്ങിയെന്നാണ്. ഫജഅല യമുസ്സുദ്ദമ അൻ വജിഹി ബിഫമിഹി സുമ്മ യമുജുഹു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി ഒരു കൗതുകം പറയാണ്, ലൗ കാനത് ഉസാമ ജാരിയതൻ ലകസൗതുഹു വലഹല്ലൈതുഹു എന്നാണ്. ഉസാമ ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ ഞാൻ നല്ല ഉടുപ്പുകൾ ധരിപ്പിക്കുമായിരുന്നു, ആഭരണങ്ങൾ ധരിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. എന്നെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടെടുത്ത് ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് ഞാൻ ഓമനിക്കുമായിരുന്നു എന്ന് വരെ ഉസാമയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഒരു അടിമ, ആ അടിമയോടുള്ള ആ വർത്തനം, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ സാഹോദര്യം, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയത്തിൽ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രഖ്യാപനം മാത്രമല്ല, ഈ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കുന്ന പെരുമാറ്റങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായിരുന്നത്. ഹസൻ എന്ന പൗത്രരെ കാലിൻ്റെ ഒരു തുടയിൽ വെക്കും. ഉസാമ എന്ന ഈ മൗലയെ മറ്റേ കാൽ തുടയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണച്ചുപൂട്ടി, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമ ഫഅഹിബ്ബഹുമ, അല്ലാഹുവേ ഇവരെ രണ്ടുപേരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇവരെ ഇരുവരെയും നീ ഇഷ്ടപ്പെടണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. വലിയ ചരിത്രങ്ങളാണ് ഈ അടിമകളുടെ വിഷയത്തിൽ. സ്വന്തം മൗലാത്തായ ഉമ്മു ഐമൻ ബറക റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി ഉമ്മ എന്ന് വിളിച്ചായിരുന്നു പരിചരിച്ചിരുന്നത്. അവരെ അഭിസംബോധന ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളൊക്കെ ആ വിഷയത്തിൽ യഥേഷ്ടാണ്. അടിമകളുടെ അവകാശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യം, അവരുടെ കഴിവിന് അതീതമായത് കൽപ്പിക്കരുത് എന്നാണ്. അതിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തുകല്ലിഫുഹും മാ യഗ്ലിബുഹും ഫഇൻ കല്ലഫ്തുമൂഹും ഫഅഈനുഹും അലൈഹി എന്നാണ്. ഒരിക്കലും അടിമകൾക്ക് താങ്ങാനാവാത്തത് അവരോട് കൽപ്പിക്കരുത്, നിർബന്ധിക്കരുത്. അവരോട് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അവരെ സഹായിക്കണം എന്നാണ് ഉടമകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത്. ഇതേപോലെ അടിമകൾക്ക് ഭക്ഷണം നൽകണം, വസ്ത്രവും എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഹദീസ് നോക്കി നിങ്ങൾ, ഇബ്നു ഹിബ്ബാൻ്റെ ഹദീസാണ്. ലിൽ മംലൂക്കി തആമുഹു വ കിസ്വതുഹു, അടിമക്ക് ഭക്ഷണവും വസ്ത്രവും അവകാശമായുണ്ട്. പിന്നെ വലാ യുകല്ലഫു ഇല്ലാ മാ യുതീഖ്, താങ്ങാനാവാത്തതല്ലാതെ അവനോട് കൽപ്പിക്കരുത്. ഫൈൻ കല്ലഫ്തുമൂഹും ഫഅഈനുഹും, ഇനി അവരോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആ കൽപ്പിച്ചതെടുക്കാൻ സഹായിക്കണം. വലാ തുഅദ്ദിബു ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ശിക്ഷിക്കരുത്, പീഡിപ്പിക്കരുത്. ഖൽഖൻ അംസാലക്കും, നിങ്ങളെപ്പോലുള്ള പടപ്പുകളാണ് അവരും. അടിമകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണിത്. അവരും നിങ്ങളെപ്പോലത്തെ സൃഷ്ടികളാണ്, അതുകൊണ്ട് അവരെ പീഡിപ്പിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തു. നോക്കി നിങ്ങളിവിടെ അടിമകളുടെ അവകാശത്തിൽ
അവരെ കൂടെ ഇരുത്താനാണ് പറഞ്ഞത്. ഉടമകൾ അടിമകളെ കൂടെ ഇരുത്താൻ. അതിൽ കണ്ട ഹദീസ്, ഇദാ സനഅ ലി അഹദികും ഖാദിമുഹു തആമഹു സുമ്മ ജാഅഹു ബിഹി ഫൽയുജ്ലിസുഹു ഫലിയകുൽ മഅഹു. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അടിമ കൊണ്ടുവരുമ്പോൾ ആ ഭൃത്യനെ കൂടെ ഇരുത്തണം, എന്നിട്ട് അവനോടൊപ്പം തിന്നണം. ഫലിയകുലു മഅഹു എന്നാണ്. ഫഇൻ അബ, ഇനി ഭൃത്യൻ വിസമ്മതിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫലിയുനാവിലുഹു ലുഖ്മതൻ ഔ ലുഖ്മതൈനി, 1-2 ഉരുളകൾ ആ ഭക്ഷണത്തിൽ നിന്ന് പെറുക്കിയിട്ട് അവന് കൊടുത്ത് നൽകണം എന്നാണ്. അടിമക്ക് അത് അവന് നൽകണം, എടുത്ത് നൽകണം. എന്നിട്ട് റസൂലുള്ള പറയണം, അവനാണല്ലോ അത് പാകം ചെയ്യുമ്പോഴുള്ള ചൂടും പുകയും പ്രയാസവും അധ്വാനവും ഒക്കെ അനുഭവിച്ച്. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഇരുത്തണം, എന്നിട്ട് ഒപ്പം ഇരുന്ന് തിന്നണം. ഇനി അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഉരുള എടുത്തിട്ട് അവനെ പായിപ്പിക്കുകയല്ല, പിന്നെ അവൻ ഇരിക്കാൻ കൂട്ടാക്കണില്ല എങ്കിൽ 1-2 ഉരുളകൾ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിൽ മറ്റൊരു ഹദീസാണ് ഇപ്രകാരം, അതാണ് അൽ മംലൂക്ക് അഖൂഖ്, നമ്മൾ പറഞ്ഞില്ലേ അടിമ സഹോദരനാണെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ബാക്കിയാണത്. ഫഇദാ സനഅ ലക തആമൻ, നിനക്ക് അവൻ ഭക്ഷണം പാകം ചെയ്താൽ ഫഅജ്ലിസുഹു മഅക്, അവനെ നിൻ്റെ കൂടെ ഇരുത്തണം. ഫഇൻ അബാ ഫഅത്ഇംഹു ഫീ യദിഹി വലാ തദ്രിബു വുജൂഹഹു, ഇനി അവന് വിസമ്മതിക്കുകയാണെങ്കിൽ ഭക്ഷണം അവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കണം തിന്നാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കയ്യിൽ വെച്ച് കൊടുത്തിട്ട് തീറ്റിക്കണം എന്നാണ് പറയുന്നത്. വലാ തദ്രിബു വുജൂഹഹും, അവരുടെ മുഖത്തടിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ വസിയത്ത് നിർവഹിക്കുകയുണ്ടായി. ഇനി കണ്ട മറ്റൊന്ന്, താൻ തിന്നുന്നത് തീറ്റണം, താൻ ഉടുക്കുന്നത് ഉടുപ്പിക്കുകയും വേണമെന്നാണ്. യജമാനൻ തിന്നുന്നതെന്തോ അതാണ് തീറ്റേണ്ടത്, യജമാനൻ ഉടുക്കുന്നതെന്തോ അതാണ് ഉടുപ്പിക്കേണ്ടത്. ആരെ ഉടുപ്പിക്കേണ്ടത്? അടിമയെ. ആ വിഷയത്തിൽ ഇതാണ് ഒരു ഹദീസ്, നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നമ്മൾ പറഞ്ഞില്ലേ ഇഖ്വാനുക്കും ഹവലുക്കും എന്ന് പറഞ്ഞില്ലേ, അടിമ ആരാണെന്ന് ചോദിച്ചപ്പോൾ അടിമ സഹോദരങ്ങളാണ്. അതാണ് നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അള്ളാഹു അവരെ നിങ്ങളുടെ കൈ കീഴിലാക്കിയിരിക്കുന്നു. തൻ്റെ കീഴിൽ സഹോദരനുണ്ടെങ്കിൽ, എന്നാൽ അടിമയുണ്ടെങ്കിൽ, തൻ്റെ സഹോദരനുണ്ടെങ്കിൽ, താൻ തിന്നുന്നതിൽ നിന്ന് അവനെ തീറ്റട്ടെ, താൻ ധരിക്കുന്നതിൽ നിന്ന് അവനെ ധരിപ്പിക്കട്ടെ. അവർക്ക് താങ്ങാനാകാത്തത് അവരോട് കൽപ്പിക്കരുത്, അവരോട് കൽപ്പിച്ചതിൽ അവരെ സഹായിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് അബൂദറുൽ ഖിഫാരിയാണ് ഇത് ഉദ്ധരിക്കുന്നത്. അബൂദറുൽ ഖിഫാരി ഒരിക്കൽ റബ്ദയിൽ, അദ്ദേഹം അവസാന കാലം താമസിച്ച സ്ഥലമാണ് റബ്ദ. അവിടെ ഒരിക്കൽ അദ്ദേഹം കാണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യനും കാണപ്പെട്ടു. 2 ആൾക്കും ഒരേ ഡ്രസ്സാണ്, അബൂദറിനും അദ്ദേഹത്തിൻ്റെ അടിമക്കും. അപ്പോൾ അതിൽ അദ്ദേഹത്തോട് ചോദിച്ച്, എന്താ 2 ആൾക്കും ഒരേ ഡ്രസ്സ്? അപ്പോൾ അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അദ്ദേഹത്തിന് വന്നൊരു തെറ്റുവീഴ്ച. അദ്ദേഹം ചെയ്തു, പിന്നെ ഒരടിമയെ ബിലാൽ, അന്ന് അടിമയാൽ ബിലാലിനെ ഇബ്ന സൗദ, കറുത്ത പെണ്ണിൻ്റെ മകനെ എന്ന് വിളിച്ച് അബൂദർ. അപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് ഈ വിഷയം പറഞ്ഞ് അബൂദർ എന്നിങ്ങനെ ആക്ഷേപിച്ചു എന്നുള്ളത്. അപ്പോൾ അബൂദറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശകാരിച്ചതാണ്. ബിലാൽ ചെന്ന് ഇത് സങ്കടപ്പെട്ടപ്പോഴത്തേക്ക് അബൂദർ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മുട്ടുകുത്തി നിന്നിട്ടുണ്ട്. കാരണം അബൂദറിന് അറിയാം എന്തായിരിക്കും പ്രതികരണം എന്നുള്ളത്. മുട്ടുകുത്തി നിന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിനോട് പറഞ്ഞത്, അയ്യർതഹു ബി ഉമ്മിഹി ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ എന്നാണ്. യാ അബൂദർ അയ്യർതഹു ബി ഉമ്മി ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ. അദ്ദേഹത്തിൻ്റെ ഉമ്മയെ പരാമർശിച്ച് നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചോ? നിങ്ങളിൽ ജാഹിലിയത്ത് കുടിക്കൊള്ളുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അബൂദറിനോട്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത്. നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കൈക്കീഴിൽ അള്ളാഹു അവരെ നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് ഫമൻകാന അഹൂഹു തഹ്ത യദിഹി എന്നാണ്. ഫമൻകാന അബ്ദുഹു എന്നല്ല, മംലൂക്കുഹു എന്നല്ല. തൻ്റെ സഹോദരൻ ഒരാളുടെ കീഴിലുണ്ട് എങ്കിൽ, അടിമ കീഴിലുണ്ടെങ്കിൽ എന്ന ഉദ്ദേശത്തിൽ ഫലിയത്ഉമുഹു മിമ്മാ യഅകുൽ വയുൽബിസുഹു മിമ്മാ യൽബിസ്, തിന്നുന്നത് തീറ്റണം, താൻ ഉടുക്കുന്നത് ഉടുപ്പിക്കണം, അവർക്ക് കഴിയാത്തത് കൽപ്പിക്കരുത്. ഇനി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അവരെ സഹായിക്കണം. മുതലാളി ഉടമസ്ഥൻ തൊഴിലാളി അടിമയെ സഹായിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ആ ഉപദേശത്തിൻ്റെ ചൂടാണ്, അതിൻ്റെ സ്വാധീനമാണ്. അബൂദർ റളിയല്ലാഹു അൻഹു മരിക്കോളം അടിമക്കും അദ്ദേഹത്തിനും ഒരേ ഡ്രസ്സാണ്.
ഒരേ വസ്ത്രവിധാനമായിരുന്നു എന്നുള്ളതാണ് അവിടെ ആ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് അതിൽ മറ്റൊരു സംഭവമാണ്. ഒരിക്കൽ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി ഒരു ഉബാദ ഇബ്നുൽ വലീദ്, അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അൻസാരികളിൽ നിന്ന് ശേഷിക്കുന്നവരിൽ നിന്ന് നമുക്ക് അറിവ് സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് വാപ്പി മകനും പോവുകയാണ്. അങ്ങനെ പിന്നെ ഉബാദയും വലീദ് ബിൻ ഉബാദയും കൂടി പോവുകയാണ്. അങ്ങനെ അവരെവിടെ എത്തി? അബുൽ യസർ റളിയല്ലാഹുവിൻ്റെ അടുക്കലെത്തി. അബുൽ യസർ സഹാബിയാണ്, അൻസാരിയാണ്. അബുൽ യസറും ഉണ്ട്, കൂടെ അദ്ദേഹത്തിൻ്റെ അടിമയുണ്ട്, ഗുലാമുണ്ട്. അബുൽ യസർ ഒരു തുണി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു പൊതയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടിമയുണ്ട്, അടിമക്കും ഇതേപോലെ ഒരു തുണി, ഒരു പൊതയാണ്. അതാണ് ബുർദ മആഫിരി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പുതച്ചതുണ്ടല്ലോ രണ്ടും ഒരാക്കാക്കി, ഈ തുണി രണ്ടും ഒക്കെ ഒരാക്കാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാക്കും ഓരോ നല്ല ഡ്രസ്സ്, പൂർണ്ണ ഡ്രസ്സിന് വകുപ്പുണ്ട്. ഇപ്പോൾ ഒരു മആഫിരി പിന്നെ ഒരു ബുർദയാണ്. ഈ മആഫിരി രണ്ടാക്കുള്ളത് ഒരാൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നല്ലൊരു ഡ്രസ്സായി, പൂർണ്ണ ഡ്രസ്സ്. ബുർദ ഒരാക്കാക്കുകയാണെങ്കിൽ അയാൾക്ക് പൂർണ്ണ ഒരു ഡ്രസ്സ് ഉണ്ടാക്കാം. പക്ഷേ ഇതെന്താ, ഇത് രണ്ടാക്കും ഓരോ ബുർദയാണ്, രണ്ടാക്കും ഓരോ മആഫിരിയാണ്, രണ്ട് തരം വസ്ത്രം. അപ്പോൾ ഈ വലീദ് ബിൻ ഉബാദയും മകൻ ഉബാദയും അവർ ഈ ആശയം പറഞ്ഞു കൊടുത്ത് ഇതൊന്ന് അങ്ങോട്ടും കൊണ്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാക്കും, ഉടമക്കും അടിമക്കും നല്ല പൂർണ്ണ ഓരോ ഡ്രസ്സ് ഹുല്ല ആവുമല്ലോ എന്ന് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അബുൽ യസർ ഉടമസ്ഥൻ അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എൻ്റെ കാത് കേട്ടതും എൻ്റെ കണ്ണ് കണ്ടതുമായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് പറയുന്നതിന് മുമ്പ് അല്ലാഹുമ്മ ബാരിക് ഫീഹി, അബുൽ യസർ പറയുകയാണ് അടിമക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവേ അദ്ദേഹത്തിൽ നീ ബർക്കത്ത് അരുളയണമേ, അടിമക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടാണ് പിന്നെ ഇത് പറയുന്നത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത്ഇമൂഹും മിമ്മാ തഅകുലൂൻ, നിങ്ങൾ തിന്നുന്നത് നിങ്ങളുടെ അടിമകളെ തീറ്റണം. വ അൽബിസൂഹും മിമ്മാ തൽബസൂൻ, നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ അവരെ ധരിപ്പിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ധരിക്കുന്നത് അദ്ദേഹത്തെ ധരിപ്പിച്ചത് എന്ന് അബുൽ യസർ പറയാണ്. എന്നിട്ട് അനുബന്ധം പറഞ്ഞെന്താ, വകാന ഇൻ അൻ ഉഅതിയഹു മിൻ മതാഇ ദുനിയ അഹ്വന അലയ്യ മിൻ അൻ യഅഖുദ മിൻ ഹസനാതി യൗമൽ ഖിയാമ എന്നാണ്. എൻ്റെ ദുനിയാവിലെ വിഭവങ്ങൾ അദ്ദേഹം എടുത്തു കൊണ്ടുപോകലാണ് ആഖിറത്തിൽ എൻ്റെ ഹസനത്തുകൾ നന്മകൾ വന്നെടുക്കുന്നതിനേക്കാൾ എനിക്ക് നിസ്സാരം. ദുനിയാവിൽ എൻ്റെ ദുനിയാവ് എന്താണോ അത് അദ്ദേഹം കൊണ്ടുപോയിക്കോട്ടെ, ആര്? ഈ വൃത്യൻ, ഈ അടിമ കൊണ്ടുപോയിക്കോട്ടെ. ആഖിറത്തിൽ വന്നിട്ട് എൻ്റെ ഹസനാത്തുകൾ അദ്ദേഹം കൈയിട്ട് വരാൻ വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് താങ്ങാനാവാത്തതാണ് എന്ന് അബുൽ യസർ പറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വിഷയം, ഞാൻ അബൂദറിൻ്റെ ചരിത്രം ഉദ്ധരിച്ചതും അബുൽ യസറിൻ്റെ ചരിത്രം ഉദ്ധരിച്ചതും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ആ നിദർശനങ്ങൾ, നിർദ്ദേശങ്ങൾ, തിന്നുന്നതെന്തോ തീറ്റണം, താൻ ഉടുക്കുന്നതെന്തോ അത് ഉടുപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വസിയ്യത്ത്, അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു അവകാശം. അബൂദറിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞില്ലേ. ഇനി അടിമക്ക് മറ്റൊരു അവകാശമാണ് അടിമക്കുള്ള മാപ്പ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻ അഹ്സനു ഫഖ്ബലു വ ഇൻ അസാഉ ഫഅഫു വ ഇൻ ഗലബൂകും ഫബീഉ. എന്താ? അവർ നന്മ ചെയ്താൽ നിങ്ങളത് സ്വീകരിക്കണം. അടിമകൾ ചെയ്യുന്ന നന്മകൾ അത് നന്മകളായിട്ട് നിങ്ങൾ സ്വീകരിക്കണം, അത് അംഗീകരിക്കണം, വകവെക്കണം. വ ഇൻ അസാഉ, ഇനി അവരിൽ നിന്ന് തെറ്റ് വരികയാണ് എങ്കിൽ എന്താ? ഫഅഫു, നിങ്ങൾ മാപ്പ് നൽകണം. വ ഇൻ ഗലബൂകും, അവർ നിങ്ങളോട് അതിക്രമിച്ചാൽ ഫബീഉ, അപ്പോൾ നിങ്ങൾ അവരെ വിറ്റൊഴിവാക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ അടിമകൾ ചെയ്തിട്ട് നിങ്ങൾ വകവെക്കുക വേണം, സമ്മതിക്കണം, അംഗീകരിക്കണം. ഇനി അവരിൽ നിന്ന് വീഴ്ച വരികയാണെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടിമകൾ തോളിൽ കയറും, തലയിൽ കയറി കൊത്തുകയെന്നറിയില്ലേ, അങ്ങനത്തെ വർത്തനം അവരിൽ നിന്ന്. അതാണ് വൈന ഗലബൂക്കും, നിങ്ങളോട് അതിക്രമിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഫബീഉ, അപ്പോൾ വിൽക്കാനാണ് പറഞ്ഞത്. കേവല വീഴ്ചയുടെ പേരിലല്ല, കേവല വീഴ്ചയിൽ അവർക്ക് മാപ്പ് നൽകുകയാണ് വേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് അവർക്കുള്ള അവകാശമാണ്. ഇതേപോലെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അടിമകൾക്ക് മാപ്പ് നൽകുന്ന വിഷയം ശക്തമായിട്ട് പറഞ്ഞു, വളരെ പറഞ്ഞു. അപ്പോൾ ചോദ്യം വന്നു, യാ റസൂലല്ലാഹ് കം അഅഫു അനിൽ ഖാദിം, ഒരു ഖാദിമിന് ഞാൻ എത്ര മാപ്പ് കൊടുക്കണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം ഭജിച്ചു എന്നാണ് ആ ചോദ്യത്തിന്.
പിന്നെ റസൂലുള്ള വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ കം ആഫു അനിൽ ഖാദിം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, ഫീ കുല്ലി യൗമിൻ 70 മറ, ഫീ കുല്ലി യൗമിൻ 70 മറ, ഓരോ ദിവസവും 70 തവണ മാപ്പ് കൊടുക്കാൻ പറഞ്ഞു. ഓരോ ദിവസവും 70 തവണ മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, ഒരു ഉടമ ഒരടിമയെ ദ്രോഹിക്കുന്നൊരവസ്ഥ വരുമോ? മാത്രമല്ല ഇങ്ങനെ മാപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അടിമയെ നിലനിർത്താൻ ഒരു ഉടമക്ക് സാധിക്കുമോ? ഇസ്ലാം എങ്ങനെ അടിമകളെ സാമൂഹ്യ ശ്രേണിയിൽ നിന്ന് ഇല്ലാതാക്കി എന്നതിൻ്റെ ഉത്തരം അതാണ് നമ്മൾ ഇത്തരം ഈ പ്രയോഗങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഒപ്പം പെരുമാറ്റത്തിൻ്റെയും അവകാശത്തിൻ്റെയും വിഷയം പഠിക്കുന്നതോട് കൂടി അടിമകൾക്ക് പേരിടുന്ന വിഷയത്തിൽ അല്ലേ, എല്ലാവർക്കും പേരിടുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നല്ല പേരുകളല്ലേ പറഞ്ഞത്? പേര് നല്ലതിടാൻ പറഞ്ഞു. മോശമായ പേരുകളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പേരുകൾ തിരുത്തിയിട്ടുണ്ട്, പേര് മാറ്റിയിട്ടിട്ടുണ്ട്. അത് സ്വതന്ത്രരുടെ വിഷയത്തിൽ മാത്രമല്ല, അടിമകളുടെ വിഷയത്തിലും കണ്ടോ. നോക്കി നിങ്ങൾ, ഞങ്ങളുടെ അടിമകൾക്ക് 4 പേരുകൾ വിളിക്കുന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വിരോധിച്ചു എന്നാണ് ഹദീസ്. സമുറ ഇബ്നു ജുന്ദുബിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അതിൽ ആ പേരുകൾ അഫ്ലഹ്, റബാഹ്, യസാർ, നാഫിയ, ഈ പേരുകൾ ഇടുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചത്. പിന്നീട് റസൂലുള്ളാഹി ഇത് സമ്മതിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട്? ഇപ്പോൾ അഫ്ലഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിജയി എന്നർത്ഥം, നാഫിയ എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളവൻ എന്നാണ് അല്ലേ, യസാർ എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നാണ് അല്ലേ, അതുപോലെ തന്നെ നജാഹ് അല്ലേ, നജീഹ് ഉണ്ട്, റബാഹ്, അഫ്ലഹ് അതൊക്കെ ഒരർത്ഥത്തിലാണ്, ലാഭം എന്നർത്ഥത്തിൽ. പിന്നെ ചിലർ ചെന്ന് ചോദിക്കും, ഇവിടെ അഫ്ലഹ് ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇവിടെ റബാഹ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയുക? ഇല്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ റബാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയം എന്നാണ്, അഫ്ലഹ് എന്നൊക്കെ പറഞ്ഞാൽ അഫ്ലഹ് വിജയം, റബാഹ് ലാഭം. ഇവിടെ വിജയം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ലാഭമല്ല എന്നുള്ളത് ഉണ്ടല്ലോ, അതൊരു തരം സ്തുത്യർഹമായ പ്രയോഗമല്ല. ഈ അൽഫഅലുണ്ടല്ലോ, അൽ കലിമ തയ്യിബ, നല്ല വചനങ്ങൾ കേൾക്കുക, പറയുക എന്നുള്ളത് പ്രോത്സാഹനീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യുഅ്ജിബുഹുൽ ഫഅൽ എന്നാണ്, ഈ നല്ല പദങ്ങൾ പ്രയോഗിക്കുന്നത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനത്തെ പ്രയോഗങ്ങൾ പിന്നെ ഇവിടെ വിജയമല്ല, ഇവിടെ ലാഭമല്ല, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ എളുപ്പമല്ല എന്നൊക്കെ ഈ പേര് വിളിച്ച് ചോദിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആദ്യകാലത്ത് അത്തരം പേരുകൾ ഇടുന്നത് വിലക്കിയിരുന്നു. അത് ഇപ്പോൾ ബറ എന്ന പേര് തൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു, സൈനബ് ബിൻത് ജഹ്ഷിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് മാറ്റി സൈനബ് എന്നാക്കി. അതേപോലെ തന്നെ ചില പേരുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തിയിട്ടുണ്ട്. സ്വതന്ത്രരുടെ വിഷയത്തിൽ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു പരിഗണന അത് അടിമകളുടെ വിഷയത്തിലും ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് ഉദാഹരിച്ചത്. മനസ്സിലായില്ലേ? പിന്നീട് ഈ പേരുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിക്കുന്ന അവസ്ഥയും വന്നിട്ടുണ്ട്. ഞാനിത് കൊണ്ടുവന്നത് അടിമകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധ അത് സ്വതന്ത്രരുടെ വിഷയത്തിൽ ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ വിഷയങ്ങളിൽ അതിലെല്ലാം ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കാനാണ് ഈ ഒരു ഉദാഹരണം ഇവിടെ ഞാൻ കൊണ്ടുവന്നത്. അൽഹംദുലില്ലാഹ്. ഇവിടെ നോക്കി നിങ്ങൾ, വിവാഹം കഴിപ്പിക്കണം, അത് അടിമകൾക്കുള്ള അവകാശമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയമാണ്. വഅൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിലുള്ള അവിവാഹിതരെയും, വസാലിഹീന മിൻ ഇബാദിക്കും വ ഇമായിക്കും, നിങ്ങളിലുള്ള അടിമകളിൽ നിന്നും അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായിട്ടുള്ളവരെയും എന്താ അൻകിഹു, നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ തൻ്റെ കീഴിൽ അടിമകളുണ്ട് എങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്കൊരു വൈവാഹിക ജീവിതം അന്വേഷിക്കലും നൽകലും ഒരു ഉടമയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, വ അൻകിഹു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ ഈ ഒരു വിഭാഗത്തെ എത്രമേൽ പരിഗണിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തിൽ ഒരു ആയത്ത് തന്നെ അവതരിപ്പിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. പിന്നെ അടുത്തത് പെരുമാറ്റത്തിലെ മാന്യത. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അവസാന പ്രസംഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 3 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൻ്റെ വിടവാങ്ങൽ ഹജ്ജിൻ്റെ പ്രസംഗത്തിൽ അരിഖാഅക്കും 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. ആവർത്തിച്ചതെന്ന് അങ്ങനെ തന്നെ എഴുതി, നിങ്ങളുടെ അടിമകളോടുള്ള പെരുമാറ്റം മാന്യമായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ ആവർത്തിച്ചു. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തിന്നുന്നതിൽ നിന്ന് നിങ്ങൾ അവരെ തീറ്റണം, നിങ്ങൾ ഉടുക്കുന്നതിൽ നിന്ന് നിങ്ങൾ അവരെ ഉടുപ്പിക്കണം. അള്ളാഹുവിൻ്റെ അടിമകൾ വല്ല തെറ്റും ചെയ്യുകയും
അവർക്ക് മാപ്പ് നൽകാൻ നിങ്ങൾക്ക് ഉദ്ദേശവുമില്ല എങ്കിൽ അവരെ നിങ്ങൾ വിൽക്കുക, നിങ്ങൾ അവരെ ശിക്ഷിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദായിലെ ഖുതുബയിൽ പ്രസംഗിച്ചതാണ് ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്ത് നമ്മളിവിടെ ഉദ്ധരിച്ചത്. 3 തവണ ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വിഷയമാണ് അടിമകളോടുള്ള പെരുമാറ്റം അത് മാന്യമായിരിക്കണം എന്നുള്ളത്. അടിമകളുടെ പെരുമാറ്റത്തിൽ അന്യായം വന്നാൽ എന്താ? ഇതൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ അരങ്ങേറിയ ഒരു സംഭവം. അതെന്താ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഒരാൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലിരുന്നു. എന്നിട്ട് അയാൾ പറയാണ്, തിരുദൂതരെ, എനിക്ക് കുറച്ച് അടിമകളുണ്ട്. ഈ അടിമകളുടെ വിഷയം യക്ദിബൂനനി വയഖൂനൂനനി വയഅസൂനനി, അവരെന്നോട് നുണ പറയും, പിന്നെ എന്നെ പറ്റിക്കും, പിന്നെ ഞാൻ പറഞ്ഞോട്ട് കേൾക്കൂല, ഞാൻ പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കും. ഇങ്ങനത്തെ കുറച്ച് അടിമകളാണ് എനിക്കുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയണത്, അവരെന്നോട് നുണയും പറയും, എന്നെ പറ്റിക്കും ചെയ്യും, പിന്നെ ഞാൻ പറഞ്ഞത് കേൾക്കൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവരെ അടിക്കും, ഞാൻ അവരെ ശകാരിക്കും. അയാൾ ഇത് പറയാനല്ല വന്നത്, പിന്നെയോ ഫകൈഫ അന മിൻഹും എന്നാണ്. ഞാൻ അവരോട് ഇങ്ങനെ ചെയ്യുന്നതിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് അയാൾക്ക് അറിയേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു കൊടുക്കുകയാണ്, അവർ നിങ്ങളെ പറ്റിച്ചതും നിങ്ങളോട് കളവ് പറഞ്ഞതും നിങ്ങളോട് എതിര് പ്രവർത്തിച്ചതുണ്ടല്ലോ, അത് പടച്ചവൻ്റെ കോടതിയിൽ അതെടുക്കപ്പെടും. മാത്രമല്ല വഇഖാബുക ഇയ്യാഹും, നിങ്ങൾ അവരെ ശിക്ഷിച്ചല്ലോ ഇതിന് പകരം, അതും എടുക്കും. എന്നിട്ട് അത് തൂക്കം നോക്കും. ഫൈൻ കാന ഇഖാബുക ഇയ്യാഹും ബിഖദ്രി ദുനൂബിഹിം കാന കഫാഫ, അവർ താങ്കളോട് ഇങ്ങനെയൊക്കെ ചെയ്തു, താങ്കൾ അവരെ ശിക്ഷിച്ചു, തുല്യാണ് എങ്കിൽ ഖലാസ്, എന്താ പിന്നെ അത് കഫാഫാണ്, നിങ്ങളെ പിടികൂടുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ? അവർ ചെയ്തു, നിങ്ങൾ അതിന് കൊടുത്തു, തുല്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഇൻ കാന ഇഖാബുക ഇയ്യാഹും ദൂന ദുനൂബിഹിം, അവർ ചെയ്ത തെറ്റ് കൂടുതലാണ്, നിങ്ങളുടെ ശിക്ഷ കുറവാണ് എങ്കിൽ കാന ഫദ്ലൻ ലക്, അത് നിങ്ങൾക്ക് എന്താണ്? ഫദ്ലാണ്, ആനുകൂല്യമാണ്, ഔദാര്യമാണ്. കാരണം എന്താ? അവർ ശിക്ഷാർഹരാണ്, പക്ഷേ നിങ്ങൾ അവരെ അതിനെ ആ അളവിൽ ശിക്ഷിച്ചിട്ടില്ല, അത് നിങ്ങളിൽ നിന്നുള്ള അവർക്ക് നേരെയുള്ള ഔദാര്യം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ കാന ഇഖാബുക ഇയ്യാഹും ഫൗഖ ദുനൂബിഹിം, അവരുടെ കുറ്റം കുറവാണ്, പക്ഷേ നിങ്ങളുടെ ശിക്ഷ കൂടുതലാണ് എങ്കിൽ ഉഖ്തുസലക മിൻഹും അൽ ഫദ്ൽ, നിങ്ങൾ ഏറെ കൊടുത്ത ശിക്ഷ ഉണ്ടല്ലോ, അതിന് പരലോക കോടതിയിൽ പ്രതിക്രിയ ഉണ്ടായിരിക്കും. ഏറെ കൊടുത്ത ശിക്ഷ അതിന് ഖിസാസ് ഉണ്ടായിരിക്കും, അവിടുന്ന് അള്ളാൻ്റെ അടുത്ത് നിന്ന് ശിക്ഷ കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്താണ്? ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, അവിടുന്ന് എഴുന്നേറ്റ് റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് പോയിട്ട് ഇരുന്ന് കരയാൻ തുടങ്ങിയെന്നാണ്. ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ഫജാല യബ്കി വയഹ്തിഫ് എന്നാണ്, വിളിച്ചാൻ തുടങ്ങിയെന്നറിയില്ലേ, വിളിക്കാൻ അങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് ഈ ആയത്ത് ഓതി കൊടുത്തു, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ എന്നുള്ള സൂറത്ത് അംബിയായിലെ ഈ ആയത്ത് ഓതി കൊടുത്തു. അള്ളാഹു നീതിയുടെ തുലാസുകൾ പരലോകത്ത് സ്ഥാപിക്കും. ഒരാളും ഒട്ടും അന്യായത്തിന് വിധേയമാക്കപ്പെടില്ല. കടുകുമണിയുടെ തൂക്കമാണ് മനുഷ്യരുടെ കർമ്മങ്ങളെങ്കിൽ, ചെയ്തികളെങ്കിൽ അതൈനാ ബിഹാ, അത് അവിടെ കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ, അവിടെ വിചാരണ നടത്താൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് നീ ഓതിയിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്ത് ഓതി കൊടുത്തു. അപ്പോൾ എന്താ ഉണ്ടായത്? അതാണ് ഇവിടെ പറഞ്ഞത്. വല്ലാഹി യാ റസൂലല്ലാഹ് മാ അജിദു ലി വലിഹാ ഉലൈ ഷൈഅൻ ഖൈറൻ മിൻ മുഫാറഖതിഹിം ഉഷ്ഹിദുകും അന്നഹും അഹ്റാറുൻ കുല്ലുഹും എന്നാണ്. എന്താ? അള്ളാഹുവാണ്, തിരുദൂതരെ, ഇവരോട് വേർപിരിയലാണ് ഇവർക്കും എനിക്കും ഗുണപ്രദമായി ഞാൻ കാണുന്നത്. ഇവരെല്ലാം സ്വതന്ത്രരാണ് എന്നതിന് നിങ്ങളെല്ലാം സാക്ഷികളാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എന്ത് ചെയ്തു? ഈ അടിമകളെ മുഴുവൻ അയാൾ മോചിപ്പിച്ച് പിരിഞ്ഞു എന്നാണ്. സ്വല്ലല്ലാഹു തങ്ങളെ അതിനെ സാക്ഷിയാക്കിയിട്ടാണ് പോയതെന്നാണ്. അപ്പോൾ നോക്കി, നിങ്ങൾ അടിമകളാണെന്ന് വിചാരിച്ചിട്ട് അവരോട് അന്യായം, അവരോട് ഉപദ്രവം, ഇനി അവരിൽ നിന്ന് വല്ല വീഴ്ചയുണ്ടായിട്ട് അതിനാണ് ഉപദ്രവിക്കുന്നത് എങ്കിൽ, ആ വിഷയത്തിലാണ് ഈ പറഞ്ഞത്, അത് അളവിനപ്പുറമാണ് എങ്കിൽ അത് പ്രതിക്രിയക്ക് പരലോക കോടതിയിൽ വിധേയമാക്കപ്പെടുന്ന വിഷയമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത്തരം കടുത്ത ഭാഷയിൽ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അവിടെ നിന്ന് അയാൾ എല്ലാവരെയും സ്വതന്ത്രമാക്കിയിട്ട് മടങ്ങിപ്പോന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അടിമകളോടുള്ള അന്യായങ്ങൾ, പെരുമാറ്റ ദൂഷ്യങ്ങൾ, അത് നമ്മുടെ ദീനിൽ വളരെ കടുത്ത ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള പരാമർശങ്ങൾ ആ വിഷയത്തിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മനസ്സിലായോ?
അടിമകളുടെ അവകാശങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. എത്ര സുന്ദരമായിട്ടുള്ള അവകാശങ്ങളാണ് അടിമകൾക്ക്. അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ, അടിമകളാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന അക്കാലഘട്ടത്തിൽ നിന്നാണ്. അബൂ ഹുറൈറയിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽവൃത്തനായ ഒരു അടിമക്ക് 2 കൂലിയുണ്ട് പറഞ്ഞു പഠിച്ചവൻ്റെ അടുത്ത്, 2 കൂലി. ഈ ഹദീസ് കേട്ടപ്പോൾ അബൂ ഹുറൈറ പറയാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദും ഹജ്ജും എൻ്റെ മാതാവിന് പുണ്യം ചെയ്യലും ഇല്ലായിരുന്നുവെങ്കിൽ ഒരടിമയായി കൊണ്ട് മരണം വരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നു. ഇത്രയും ആനുകൂല്യങ്ങൾ നമ്മൾ കേട്ടല്ലോ ദുനിയവിയായിട്ട്. പരലോകത്ത് പഠിച്ചുകൊണ്ടിരുന്ന 2 കൂലി ഒരാൾ അടിമയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും ഇത്ര ആനുകൂല്യം അവകാശം ഒരടിമക്കുണ്ട് എങ്കിൽ അബൂ ഹുറൈറ അത് കേട്ടിട്ട് പറയാണ്, ഒരടിമയായിട്ട് ജീവിച്ച് മരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മക്ക് പുണ്യം ചെയ്യണ്ടേ. പിന്നെ ഹജ്ജും ജിഹാദും ഒക്കെ അദ്ദേഹത്തിന് ഇവിടെ സാധ്യമായ വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു അടിമയായി ജീവിച്ച് മരിക്കുമായിരുന്നു എന്ന്. അബൂ റാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രതികരണമാണിത്. ഒരടിമ തൻ്റെ യജമാനോട് കൂറുള്ളവൻ ആണെങ്കിൽ, പിന്നെ നന്നായി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നവനാണ് എങ്കിൽ അയാൾക്ക് 2 കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തൻ്റെ യജമാനോട് കൂറുള്ള ഒരു അടിമ, പിന്നെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ പിന്നെ ഇഹ്സാനുള്ള ഒരു അടിമ, അയാൾക്ക് 2 കൂലിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സാബിത്തുൽ ബുനാനി, അനസ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ്, താബഈങ്ങളിൽ പ്രസിദ്ധനാണ്. സാബിത്തുൽ ബുനാനി പറയാണ്, ഫലമ്മ ഉഅ്തിക അബൂ റാഫി ബക. അബൂ റാഫിനെ എന്ത് ചെയ്തു? അദ്ദേഹം അടിമയായിരുന്നു, അദ്ദേഹത്തെ മോചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം കരയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചുമ്മാ യുബ്കിക്ക്, അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടുമ്പോൾ എല്ലാവരും ചിരിക്കല്ലേ വേണ്ടേ. പക്ഷെ അബൂ റാഫിയെ കരയാണ്. അപ്പോൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്, എനിക്ക് 2 കൂലി ഉണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടമായി. ഒരടിമയാണെങ്കിൽ 2 കൂലി പറഞ്ഞില്ലേ, അതെനിക്ക് 1 നഷ്ടമായി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മോചിതനായപ്പോൾ അദ്ദേഹം കരഞ്ഞത് എന്നാണ് ഇവിടെ ഈ സംഭവത്തിൽ പറയുന്നത്. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ നിവേദനം ചെയ്യുന്ന സംഭവമാണിത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൻ്റെ തണലിൽ ഒരടിമ ഇസ്ലാം നൽകുന്ന അവകാശങ്ങൾ, വിഭാവനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ, ഇസ്ലാം ഒരടിമക്ക് നൽകിയ പ്രാധാന്യം, വില, അതൊക്കെ അനുഭവിച്ച് അറിഞ്ഞ നാളുകളിൽ അടിമകളായി കഴിയാൻ കൊതിച്ചിരുന്നു ആളുകൾ എന്നുള്ളതാണ് ഈ ഉദാഹരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഈ അടിമകളുടെ വിഷയത്തിൽ ഒരു സുപ്രധാന ഭാഗമാണ്. ഇനി നമ്മൾ ഈ തസരിയാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. തസരി എന്ന് പറഞ്ഞാൽ മിൽക്കു യമീനെ ഭാര്യയായി സ്വീകരിക്കലാണ്. അതിനാണ് തസരി എന്ന് പറയാം. മിൽക്ക് യമീൻ എന്താ? മിൽക്ക് യമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമക്കാണ് പറയുക. എന്തുകൊണ്ടാണ് മിൽക്ക് യമീൻ എന്ന് പറയുന്നത്? ഒരു സ്ത്രീയെ പൂർണ്ണമായി ഉടമപ്പെടുത്തുക എന്നുള്ളതാണ്. പൂർണ്ണമായി ഉടമപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയെ ഭാര്യയാക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പൂർണ്ണമായി അവരെ ഉടമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പൂർണ്ണമായി നമ്മൾ അവരെ ഉടമപ്പെടുത്തുന്നു. അതേ അർത്ഥമാണ് മിൽക്ക് യമീൻ, പൂർണ്ണമായി ഉടമപ്പെടുത്തുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചില മസാലകളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. മിൽക്ക് യമീൻ, ഒരു മിൽക്ക് യമീനിനെ ഒരാൾ മിൽക്ക് യമീനായിട്ട് അയാൾക്ക് ഉടമപ്പെടുത്താം, അടിമയായിട്ടുള്ള ഭാര്യയായിട്ട് ഉടമപ്പെടുത്താം. ഇനി അതല്ല, അതിനെ സ്വതന്ത്രയാക്കിയിട്ട് എന്ത് ചെയ്യാം? വിവാഹം ചെയ്യാം. ഇവിടെ നോക്കി നിങ്ങൾ, എന്താണ് ആ ഹദീസ്? ഒരു ഹദീസാണത്. അബൂ മൂസ അശ്അരിയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അതിൻ്റെ ആശയം എന്താണ്? വായിച്ചേ. 3 വിഭാഗം ആളുകൾക്ക് 2 തവണ കൂലി നൽകപ്പെടും. 3 വിഭാഗം ആളുകൾക്ക് 2 തവണ കൂലി. അതിലൊരാളാണ് നമ്മുടെ വിഷയം. എന്താ? ഒരു വ്യക്തി ഒരു വ്യക്തി, അയാൾക്കൊരു അടിമപ്പെണ്ണുണ്ട്. ഒരാൾക്ക് അയാളുടെ കീഴിൽ ഒരു അടിമപ്പെണ്ണുണ്ട്. അയാൾ അവളെ പഠിപ്പിക്കുന്നു, നന്നായി പഠിപ്പിക്കുന്നു, നല്ല വിദ്യാഭ്യാസം നൽകുന്നു. അതാണ്. അവൾക്ക് മര്യാദ പകരുന്നു. മര്യാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദാബുകൾ, ഇസ്ലാമികമായിട്ടുള്ള ആദാബുകൾ പഠിപ്പിക്കുന്നു. ആ ആദാബുകൾ നല്ല രീതിയിൽ പകരുന്നു. ആദാബുകൾ മനസ്സിലായില്ലേ? നമുക്ക് ഇപ്പോൾ നമ്മൾ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ ആദാബുകളില്ലേ? സലാം പറയുമ്പോൾ ആദാബുകളില്ലേ? വീട്ടിൽ കയറുമ്പോൾ ആദാബുകളില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദാബുകളില്ലേ? മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ആദാബുകളില്ലേ? മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതേപോലെ തന്നെ പല രീതിയിലുള്ള അദബുകളുണ്ട്. ഇങ്ങനത്തെ ഈ അദബുകൾ പഠിപ്പിക്കുന്നു.
നല്ല വിദ്യ നൽകുന്നു, തൻ്റെ കീഴിൽ അടിമപ്പെണ്ണിനെ. എന്നിട്ട് ശാസ്ത്ര മതങ്ങൾ പറയുന്നത് പിന്നെ അവളെ മോചിതയാക്കുന്നു, എന്നിട്ട് അവളെ വിവാഹം കഴിക്കുന്നു. ആ യജമാനന് 2 തവണ കൂലി നൽകപ്പെടുന്നതാണ്, 2 തവണ കൂലി നൽകപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു അടിമയായിട്ടുള്ള സ്ത്രീയെ സ്വതന്ത്രമാക്കിയിട്ട് അവരെന്ത് ചെയ്യാം? വൈവാഹിക ജീവിതത്തിലൂടെ സ്വീകരിക്കാം. അവർക്ക് 2 കൂലി എന്നാണ് പറഞ്ഞത്. ഇത് അടിമ സ്ത്രീ വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ, വിവാഹത്തിലൂടെ എന്ത് ചെയ്യാം? ഒരടിമ സ്ത്രീയെ തനിക്ക് ഇണയാക്കാം, അവർക്ക് സ്വാതന്ത്ര്യം നൽകിയതിന് ശേഷം. എന്നാൽ മിൽക്കു യമീൻ അത് വിവാഹമല്ല, പിന്നെയോ അതാണ് ഇവിടെ ഈ ആയത്തിൽ പറയുന്നത്. വല്ലദീന ഹും ലി ഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളായ വിശ്വാസികളെക്കുറിച്ചും ചില സൽഗുണങ്ങളുള്ള അള്ളാഹുവിൻ്റെ അടിയാറുകളെക്കുറിച്ചും പറയുന്ന കാര്യമാണിത്. അതിൽപ്പെട്ടതാണിത്. തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരും ഒഴികെ. സൂക്ഷ്മാവയവങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരുടെയോ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ആളുകളുടെയോ കാര്യത്തിൽ ഒഴികെ. ഭാര്യമാരുടെ മുമ്പിൽ ഒരു ഭർത്താക്കന്മാർക്ക് എന്തില്ല? ഔറത്തില്ല. അതേപോലെ തന്നെയാണ് വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ഇണകളുടെ മുമ്പിലും എന്നാണ്. ഈ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ എന്ന് പറയുമ്പോൾ തൻ്റെ കീഴിൽ ഒരു സ്ത്രീ അടിമയായി വരികയാണെങ്കിൽ, ഒരാളതിനെ പൂർണ്ണമായി ഉടമപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ സ്ത്രീയാണ് ഈ മിൽക്കു യമീൻ. ഏതെങ്കിലും ഒരു സ്ത്രീയെ ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുവന്നു, ഒരടിമ പെണ്ണിനെ എന്ത് ചെയ്തു? മോഷ്ടിച്ചു കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീയെ തട്ടിയെടുത്തു, അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീ പകുതി മോചിതയാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഒരാൾ എന്ത് ചെയ്തു? അതിൻ്റെ ഒരു ഭാഗം ഇയാൾക്കും കൂടി അവകാശപ്പെട്ടതാണ്, പക്ഷേ പകുതി മോചിതയാണ്. ഇതൊന്നും എന്തല്ല? മിൽക്ക് യമീൻ അല്ല. മിൽക്ക് യമീൻ എന്ന് പറഞ്ഞെങ്കിൽ അതേപോലെ തന്നെ പങ്കാളിത്തമുള്ളത്, മറ്റുള്ളവർക്ക് പങ്കാളിത്തമുള്ളത്, ഇതൊന്നും മിൽക്ക് യമീൻ അല്ല. മിൽക്ക് യമീൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്ത്രീയെ ഒരാൾക്ക് എന്ത് ചെയ്തു? തൻ്റെ ഉടമസ്ഥതയിലേക്ക് കിട്ടി. അടിമ സ്ത്രീയെ തൻ്റെ ഉടമസ്ഥതയിലേക്ക് കിട്ടി. ആ അടിമ സ്ത്രീ മറ്റൊരാൾക്ക് അതിൽ പങ്കില്ല, മറ്റൊരാൾ അതിൻ്റെ ഒരു ഭാഗം മോചിപ്പിച്ചിട്ടില്ല, അത് തട്ടിയെടുക്കപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ അല്ല. പിന്നെയോ തനിക്കൊരു വിഹിതമായി കിട്ടിയ ഒരു അടിമ സ്ത്രീയാണ് എങ്കിൽ ആ അടിമ സ്ത്രീ ആരുടെ വീട്ടിലുണ്ടാകുക? ഈ യജമാൻ്റെ വീട്ടിലുണ്ടാകുക. ആ അടിമ സ്ത്രീ അതിൻ്റെ സംരക്ഷണം ആരാ? ഈ യജമാനാണ്. അങ്ങനെ ഒരു യജമാനൻ ഒരു സ്ത്രീയെ ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പൂർണ്ണ അളവിൽ ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് മിൽക്ക് യമീൻ. ആ അടിമ സ്ത്രീയെ തൻ്റെ ഭാര്യയായിട്ട് ഉപയോഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു, തൻ്റെ ഭാര്യയായി ഉപയോഗിക്കാൻ അനുവദിച്ചു. എപ്പോൾ? അതങ്ങനെ പിന്നെ ഒരടിമ തൻ്റെ കീഴിൽ വന്നു എന്ന് വെച്ചിട്ട് ഉടനെ പാഞ്ഞേറുന്ന ഒരു വിഷയമല്ല അത്. പിന്നെയോ അതിൻ്റേതായ നിബന്ധനകളുണ്ട്. മിൽക്ക് യമീനെ നമ്മൾ മിൽക്ക് യമീൻ എന്നാണ് പറയാം. മിൽക്ക് യമീൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പൂർണ്ണമായി ഉടമപ്പെടുത്തിയ ഒരു സ്ത്രീ. അത് ഒരിക്കൽ ചിലപ്പോൾ അങ്ങനെ പൂർണ്ണമായി ഉടമപ്പെടുത്തൽ എങ്ങനെയായിരിക്കും? ഈ അടിമകൾ വരുന്നതിലൂടെ ആയിരിക്കും. അല്ലെങ്കിൽ പൂർണ്ണമായി ഉടമപ്പെടുത്തൽ വിവാഹത്തിലൂടെ ആയിരിക്കും. വിവാഹത്തിലൂടെ ഉടമപ്പെടുത്തുമ്പോൾ പൂർണ്ണമായി ഉടമപ്പെടുത്തി തൻ്റെ ഭാര്യയായിട്ട് അയാൾക്ക് അറയിൽ കൂടാം. ഇതേപോലെയാണ് അടിമയായി ഒരു സ്ത്രീ തൻ്റെ ഉടമസ്ഥതയിൽ പൂർണ്ണമായ അളവിൽ വന്നിട്ടുണ്ടെങ്കിൽ അവളുമായിട്ടുള്ള അറയിൽ കൂടൽ. അതെങ്ങനെ? അതൊറ്റയടിക്ക് പാഞ്ഞേറുന്ന ഒരു വിഷയമല്ല. ഒന്ന്, ഈ വന്ന സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ തനിക്ക് വിവാഹബന്ധം നിഷിദ്ധമായവരാകാൻ പാടില്ല. വന്ന അടിമ സ്ത്രീ വിവാഹത്തിലൂടെ വരുന്ന ഭാര്യ ഉണ്ടല്ലോ, അതേപോലെ തന്നെ പരിഗണനകളുള്ള പെണ്ണാണ്. നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ല ആരെ? രക്തബന്ധങ്ങളെ അല്ലേ? ചില വൈവാഹിക ബന്ധങ്ങൾ കാരണത്താൽ, മുലകുടി ബന്ധം കാരണത്താൽ, അതൊക്കെ ഇവിടെയും പരിഗണന. ഒരാളുടെ കീഴിലേക്കൊരു അടിമ സ്ത്രീ വന്നാൽ അത് ഇയാളുമായിട്ട് രക്തബന്ധമുള്ളവളാണോ? വിവാഹം കഴിക്കാൻ പറ്റുമോ? വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മളെന്താ പഠിച്ച്? രക്തബന്ധം അടിമയായി വന്നാൽ എന്താ പഠിച്ച്? സ്വതന്ത്രയാണ്. ഒരാൾ പറയാണ് അയാൾക്കൊരു അടിമപ്പെണ്ണ് വന്ന്, അത് അയാളുടെ അമ്മായിയുടെ മകളാണ്, ബാപ്പാൻ്റെ പെങ്ങളെ മകളാണ്, അല്ലെങ്കിൽ പിതൃ സഹോദരൻ്റെ മകളാണ്. ബാപ്പാൻ്റെ പെങ്ങളെ മകൾ, പിതൃ സഹോദരൻ്റെ മകൾ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ രക്തബന്ധമുള്ളതാണ് എങ്കിൽ അതറിഞ്ഞ മാത്രയിൽ സ്വതന്ത്രമാണ്. പിന്നെ അതിനെ അടിമയാക്കാൻ പാടുള്ളതല്ല. പിന്നെ ഇനി ഈ രക്തബന്ധം അത് ഒരടിമയായി വന്നു,
അത് ഇയാൾക്ക് നേരിട്ട് വിവാഹബന്ധം നിഷിദ്ധമായ ഒരാളാണ് എങ്കിൽ ഈ വന്ന രക്തബന്ധം ഇയാളത് അറിയുന്ന മാത്രയിൽ തന്നെ എന്താണ്, അത് സ്വതന്ത്രമാണ്. പിന്നെ അടിമപ്പെണ്ണ് എന്നുള്ള വിശേഷണം അതിനില്ല. രക്തബന്ധം, അതേപോലെ മുലകുടി ബന്ധം, വിവാഹബന്ധം, ഇവരായിട്ട് നമുക്ക് എന്ത് പാടുള്ളതല്ല, വിവാഹം പാടുള്ളതല്ല. അതേപോലെ മിൽക്ക് യമീനും പാടുള്ളതല്ല. എങ്ങനെ അത് മനസ്സിലാക്കുക? ഇപ്പോൾ ഒരു അടിമ വന്നു, ഈ അടിമ പെണ്ണ് തനിക്ക് താൻ കുട്ടിയായിരിക്കെ പാല് തന്ന പെണ്ണാണെങ്കിൽ അതെന്താ, ഈ പെണ്ണ് മുലകുടി ബന്ധത്തിൽ ഉമ്മയാണ്. അതറിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല, മിൽക്കി യമീനാക്കാൻ പാടുള്ളതല്ല, മിൽക്കി യമീനാക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ, ഇത് തൻ്റെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയാണ്. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? അപ്പോൾ തസറി എന്ന് പറഞ്ഞാൽ മിൽക്കി യമീനിനെ വിവാഹം കഴിക്കലാണ്, തൻ്റെ ഭാര്യയാക്കലാണ്. പക്ഷേ ഈ മിൽക്കി യമീൻ മുലകുടി ബന്ധത്തിൽ താനുമായി ബന്ധമുള്ളവളാണ് എങ്കിൽ എന്ത് പാടുള്ളതല്ല, പിന്നെ അതിനോട് മിൽക്കി യമീനിൽ ബന്ധപ്പെടാൻ പാടുള്ളതല്ല. ഇപ്പോൾ ഒരു പെണ്ണ് വന്നു മിൽക്കി യമീൻ, പക്ഷേ ആ കുട്ടിക്കും തനിക്കും ഒരു സ്ത്രീ പാല് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വന്നപ്പം മിൽക്കി യമീൻ എന്താ, മുലകുടി ബന്ധത്തിൽ സഹോദരിയാണ്. അതിനെ മിൽക്കി യമീനാക്കിയിട്ട് തൻ്റെ ഇണയാക്കി കൊണ്ടെടുക്കാൻ പാടുള്ളതല്ല. മനസ്സിലായില്ലേ? അതേപോലെ ഇനി ഇപ്പം വിവാഹബന്ധം, ഒരു പെണ്ണ് വന്നു മിൽക്കി യമീനായിട്ട് വന്നു. ആ മിൽക്കി യമീൻ ഈ യജമാനൻ്റെ മകൻ്റെ മിൽക്കി യമീനാണ്, ബന്ധമാണ്. അല്ലെങ്കിൽ താനുമായി ഇപ്പോൾ വൈവാഹിക ബന്ധം, യജമാനൻ്റെ ഭാര്യയാണ് ഇട്ട് ഉള്ള ഒരാളാണ്, പിന്നീട് അടിമയായി പിടിക്കപ്പെട്ടതാണ്. മനസ്സിലായോ? ഒരു യജമാനൻ, അതിനൊരു മിൽക്കി യമീൻ വന്നു. ഈ മിൽക്കി യമീൻ ആകുന്നതിന് മുമ്പ് ഈ യജമാനൻ്റെ വാപ്പ അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വലാ തൻകിഹുമാനൊക്കെ ഹാബാവുക്കും, വാപ്പാർ കല്യാണം കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ, വിരോധിക്കപ്പെട്ടതാണ്. എങ്കിൽ ഈ മിൽക്കി യമീനെ ഇയാൾ മിൽക്കി യമീനായിട്ട് കൊണ്ട് നടക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്കൊരു സ്ത്രീ മിൽക്കി യമീനായി വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ യഥേഷ്ടം ലൈംഗികമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാമിലില്ല. പിന്നെയോ ഈ വന്ന മിൽക്കി യമീൻ അത് തനിക്ക് അനുവദനീയമാണോ അല്ലേ? വൈവാഹിക ബന്ധം നിഷിദ്ധമാകരുത് എന്നത് പറഞ്ഞതുപോലെ തന്നെ ഈ മിൽക്കി യമീൻ നിഷിദ്ധമാകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അടിമകളെ പിടിക്കുക, അടിമകളെ വേൽക്കുക, അടിമകളെ ഉപയോഗപ്പെടുത്തുക, അവരുമായി അറയിൽ കൂടുക എന്നുള്ളത് അങ്ങനെ ഒരു തുറന്ന പുസ്തകമല്ല ഇവിടെ ഇസ്ലാമിൽ. അതിൻ്റേതായ നിബന്ധനകളുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇത് നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രഖ്യാപനമാണിത്. ഒരു ഗർഭിണിയെയും പ്രാപിക്കാവതല്ല അവൾ പ്രസവിക്കുന്നത് വരെ, ഗർഭിണിയല്ലാത്തവളെ പ്രാപിക്കാവതല്ല അവൾ ഒരു തവണ ഋതുമതിയാകുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു യുദ്ധത്തിൽ ബന്ദികൾ പിടിക്കപ്പെട്ടു. നമ്മൾ പറഞ്ഞു സ്ത്രീകളാകുമ്പോൾ ഒരിക്കലും അവരെ വധിക്കാൻ പാടില്ല. സ്ത്രീകൾ ബന്ദിയായിട്ട് പിടിക്കപ്പെട്ടു. അപ്പോൾ സഹാബികൾ എന്ത് ചെയ്തു? അവർ മിൽക്കി യമീനാണ് ഇട്ട് അവരെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു, അവരെ ഭാര്യമാരാക്കാൻ തീരുമാനിച്ചു. ആ യുദ്ധത്തിൽ അവർ പിടിക്കപ്പെട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അവരിൽ ഗർഭിണികൾ അവർ പ്രസവിക്കുന്നവരെ ഇതുവരെ അവരെന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഭാര്യമാരാക്കാൻ പാടുള്ളതല്ല. ഇനി ഗർഭിണികളല്ലാത്തവർ അവർ ദീക്ഷയിരിക്കണം. എന്നിട്ട് അവരുടെ ഒരു ദീക്ഷാകാലം പിന്നിട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, അവരെ മിൽക്കി യമീനാക്കേണ്ടത് എന്ന് പറഞ്ഞ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗർഭിണികളാണ് എങ്കിൽ പ്രസവിക്കുന്നത് വരെ അവരോട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്? പിതാവിന് തരിയുന്ന വിഷയമല്ല അത്. ഗർഭിണിയാണെങ്കിൽ എന്താ, ഉമ്മുവലതാകും എന്ന് പറഞ്ഞാൽ കുട്ടി ഇയാളിലേക്ക് ചേർക്കപ്പെടുന്ന അവസ്ഥ വരും. അതുമല്ല. പിന്നെയോ ഗർഭിണികളാണ് എങ്കിൽ ഗർഭം പ്രസവിക്കുന്നതോടുകൂടി അവരാരാണ്? സ്വതന്ത്രരാണ്. അവർ സ്വതന്ത്രരായിട്ട് പോകണം. അടിമകളായിട്ട് വെക്കപ്പെടാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് അവർ പ്രസവിക്കണം. പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾ ആ യജമാനരുടെ മക്കളാണ്. മനസ്സിലല്ലേ? ഇവർ പിന്നെ ഉമ്മു വലതാണ്, സ്വതന്ത്രരാകുന്ന അവസ്ഥ വരും. അതൊന്ന്. രണ്ടാമത്തേത്, ഇവർ ഗർഭിണികളല്ല എങ്കിൽ അവർ ദീക്ഷയിരിക്കണം, വിദ്യയിരിക്കണം. അത് ഗർഭം അല്ല അവർ എന്നുള്ളത് ഉറപ്പിക്കാൻ. എന്നിട്ട് ഒരു ആർത്തവകാലം ഇദ്ദ ഇരുന്നിട്ടാണ് അവരെന്ത് ചെയ്യേണ്ടത്, മിൽക്കി യമീനാക്കേണ്ടത് എന്ന് പറയാണ്. ഞാൻ എന്തിനത് പറഞ്ഞത്? ആളുകൾ പറയുന്നത് യുദ്ധം ചെയ്യുക, കുറേ സ്ത്രീകളെ കൊള്ളുക, എന്നിട്ട് അവരെയൊക്കെ എന്ത് ചെയ്യുക, മിൽക്കി യമീനായിട്ട് ഭോഗിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ കുറിച്ച് അപകീർത്തിപ്പെടുത്തി പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. പിന്നെയോ ഇവരെ മിൽക്കി യമീനാക്കാൻ
അവരുടെ ദീക്ഷാകാലം കഴിയണം, ഗർഭിണികളാണെങ്കിൽ അവർ പ്രസവിക്കണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഈ അടിമ സ്ത്രീകളാണെന്ന് വിചാരിച്ചിട്ട് പാഞ്ഞു കയറുന്ന ഒരു മസാല അതെന്തില്ല, ഇസ്ലാം പഠിപ്പിക്കണേ ഇല്ല. ഇനി മറ്റൊരു വിഷയം, ഈ മിൽക്കി യമീനായി വന്ന സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തിന്? ഈ യജമാനനെ തൻ്റെ ഭർത്താവായിട്ട് നിലനിർത്തണോ വേണ്ടേ എന്ന വിഷയത്തിൽ. ഒരാൾക്ക് തൻ്റെ കീഴിലൊരടിമ വന്നു, ഒരടിമ പെണ്ണ് വന്നു. ഈ യജമാനെ അവരെ യഥേഷ്ടം ഉപയോഗിക്കാൻ അവകാശമല്ല, അവർ സമ്മതിക്കാത്ത കാലത്തോളം. ഈ സ്ത്രീയുടെ തൃപ്തിയും പൊരുത്തവും അടിസ്ഥാനമാണ്. ഒരു പെണ്ണിന് യജമാൻ്റെ അടുക്കൽ ഒരടിമയായി തുടരാം, പക്ഷെ മിൽക്കി യമീനായി അയാളുടെ ഒരു ഇണയായി കിടപ്പറ പങ്കിട്ട് ജീവിക്കണമെങ്കിൽ അവളുടെ സമ്മതവും അവളുടെ തൃപ്തിയും വേണം. ഇപ്പം ഈ പറഞ്ഞാൽ മനസ്സിലാണ്ട ഈ പോയിൻ്റ്, ഇത് പ്രധാനമാണ്. ആളുകൾ വിചാരിച്ചിട്ടുള്ളത് അടിമ സ്ത്രീകളാണോ യഥേഷ്ടം കയറി മേയാം എന്നുള്ളതാണ്. അങ്ങനെ യഥേഷ്ടം കയറി മേയുന്ന വിഷയമല്ല. പിന്നെയോ, ഒരു സ്ത്രീയെ ലൈംഗികമായി പ്രാപിക്കാൻ ഒരു യജമാനന് എപ്പോഴാണ് അവകാശം? മിൽക്കി യമീനായിട്ട് ഉടമപ്പെടുത്തുകയും അവളുടെ സമ്മതം അതിനുണ്ടാവുകയും ചെയ്യുമ്പോഴാണ്. അതാണ് ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ വായിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമ്മൾ നേരത്തെ ബനുൽ മുസ്തലഖ് യുദ്ധത്തിൻ്റെ വിഷയം പറഞ്ഞ് അല്ലേ? ബനുൽ മുസ്തലഖിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ജുവൈരിയ ബിന്തുൽ ഹാരിസ് അൽ ഖുസാഇയെ കുറിച്ചാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ജുവൈരിയ. ബനുൽ മുസ്തലഖ് യുദ്ധത്തെ തുടർന്ന് ബന്ദികളെ പിടിച്ചു. 100 പേർ ബന്ദികളായിട്ട് പിടിക്കപ്പെട്ടു. അതിലൊരാളാണ് ആര്? ജുവൈരിയ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ. ബന്ദികളെ ഓഹരി വെച്ചു. സ്വാഭാവികമായിട്ടും യുദ്ധബന്ദികൾ എന്ത് ചെയ്യും? അവരെ വധിക്കണില്ല, മോചനദ്രവ്യം നൽകി മോചിപ്പിക്കണില്ല, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മോചിക്കുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യും? യോദ്ധാക്കൾക്കിടയിൽ വീതം വെക്കും, യുദ്ധാർജിത സ്വത്ത് എന്ന നിലക്ക്. അപ്പോൾ ജുവൈരിയ ബിന്തുൽ ഹാരിസ് വന്നത് ആരുടെ ഓഹരിയിലാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാസംഗികൻ ആരായിരുന്നു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖതീബ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു. സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു തആലാൻ്റെ ഓഹരിയിലാണ് ആര് വന്നത്? ജുവൈരിയ റളിയല്ലാഹു തആലാന വന്നത്. മനസ്സിലായില്ലേ? നോക്കണം നിങ്ങൾ. ഈ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ സാബിത്ത് ഇബ്നു ഖൈസിൻ്റെ ഓഹരിയിൽ വന്ന മാത്രയിൽ സാബിത്ത് ഇബ്നു ഖൈസിന് ജുവൈരിയ മിൽക്കി യമീനാകണില്ല, മിൽക്കി യമീനായിട്ട് ഇണയാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓഹരിയിൽ വന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? തൻ്റെ ഒരു ഓഹരി എന്ന നിലക്ക് നിലനിർത്താം. പക്ഷെ അവരുമായി അറയിൽ കൂടണമെങ്കിൽ എന്ത് വേണം? ജുവൈരിയെ സമ്മതിക്കണം. അവരുടെ തൃപ്തി പ്രധാനമാണ്. സാബിത്ത് ബിൻ ഖൈസിൻ്റെ ഓഹരിയിൽ ജുവൈരിയ റളിയല്ലാഹു തആല വന്ന മാത്രയിൽ ജുവൈരിയ മുക്കാത്തബ പറഞ്ഞു. എന്താ മുക്കാത്തബ? അവർ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പണം തരാം, നിങ്ങൾ എന്നെ മോചിപ്പിക്കണം. അതാണ് മുക്കാത്തബ. നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് അതിന് കൂട്ടാക്കാത്ത പോലെ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ വളരെ ശാരീരിക കാന്തിയുള്ള ഒരു മഹതിയായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അവരെ കണ്ട മാത്രയിൽ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഈറിളകി എന്നാണ്. അത്ര നല്ല ഒരു ശാരീരിക പ്രകൃതിയും കാന്തിയായിരുന്നു മഹദിക്ക് എന്നാണ്. ഏതായാലും ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ സാബിത്ത് ബിൻ ഖൈസിനോട് ഉടനെ പറയാണ്, എനിക്ക് മോചനം വേണം, ഞാൻ മോചനദ്രവ്യം തരാം എന്നിട്ട് പറയാണ്. നമ്മൾ ഒരു അടിമക്കുള്ള സ്വാതന്ത്ര്യമാണത്. അങ്ങനെ സാബിത്ത് ബിൻ ഖൈസിനോടുള്ള ഈ മുഖാത്തബയുടെ വിഷയത്തിലുണ്ടല്ലോ, അദ്ദേഹത്തിന് വിസമ്മതം ഉണ്ടായപ്പോൾ ഉടനെ ജുവൈരിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ ജുവൈരിയ ബിന്തുൽ ഹാരിസ് ആണ് എന്ന് പറയണം. കാരണം ഈ ജുവൈരിയ ബിന്തുൽ ഹാരിസ എന്ന് പറയാൻ കാരണം ഈ ഹാരിസ് ഉണ്ടല്ലോ, ജുവൈരിയ അള്ളാൻ്റെ ഉപ്പ ഹാരിസ്, അദ്ദേഹം ബനുൽ മുസ്തലഖിൻ്റെ നേതാവാണ്. അപ്പോൾ നേതാവിൻ്റെ മകളാണ് ജുവൈരിയ. ഞാൻ മോചന കരാറിൽ ഏർപ്പെട്ടിട്ട് മോചനം വാങ്ങാൻ റെഡിയാണ് സാബിത്തിനോട്. അതുകൊണ്ട് ജുവൈരിയ പറയാൻ റസൂലുള്ളാഹിനോട്, നിങ്ങൾ എന്നെ സഹായിക്കണം. എന്തിന്? മോചനദ്രവ്യം നൽകി സഹായിക്കണം, ഞാൻ സ്വതന്ത്രമാകട്ടെ എന്ന് പറയണം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നത്, നിങ്ങളുടെ മോചനദ്രവ്യം ഞാൻ നൽകാം. സാബിത്ത് ബിൻ ഖൈസിൻ്റെ കീഴിൽ നിങ്ങൾ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോചനദ്രവ്യം നൽകാം, ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാം. അപ്പോൾ ജുവൈരിയ പറഞ്ഞു, അതെ, അത് ഞാൻ സമ്മതിച്ചു എന്ന് പറയാം. എന്താ ഈ സംഭവം പറയുന്നത്? ഇപ്പോൾ നോക്കി, സാബിത്ത് ബിൻ ഖൈസിന് ജുവൈരിയയെ തനിക്കൊരു അടിമയായി കിട്ടിയ മാത്രയിൽ ജുവൈരിയയോട് വീട് കൂടാനും അറയിൽ കൂടാനും ഒരിക്കലും സമ്മതമല്ല. സമ്മതം ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കില്ല.
അവരുടെ തൃപ്തി പ്രധാനമാണ്, അവരുടെ സമ്മതം പ്രധാനമാണ്. അവരുടെ തൃപ്തിയിലെ സമ്മതമല്ല സാബിത്ത് ബിൻ ഖൈസിനോടൊപ്പം ജീവിക്കാൻ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞാൻ മോചനദ്രവ്യം തരാം, എനിക്കെൻ്റെ സ്വാതന്ത്ര്യം വേണം. അതിന് സഹായം കിട്ടാൻ ഇവിടെ പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാണ് നിങ്ങളുടെ മോചനദ്രവ്യം മുഴുവൻ ഞാൻ സാബിത്തിന് നൽകാം, എന്നിട്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുക ചെയ്തത്? പിന്നെ ജുവൈരി റളിയല്ലാഹു തആലയെ വിവാഹം ചെയ്യുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം ചെയ്തപ്പോഴാണ് മറ്റേ സംഭവം നമ്മൾ പറഞ്ഞ സംഭവം. എന്താ? 100 അടിമകളെ മോചിപ്പിച്ചു. അവർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ വീട്ടുകാരാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന അടിമകൾ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? എല്ലാവരെയും മോചിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ഒരാളുടെ കീഴിൽ ഒരു അടിമ വന്നാൽ, ഒരു അടിമ സ്ത്രീ വന്നാൽ, ഒരു മിൽക്ക് യമീൻ വന്നാൽ, പിന്നെ ഈ യജമാനൻ അവരെ എന്തുമാകാം എന്നുള്ളത് ഇസ്ലാമിലില്ല. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ അടിമക്ക് തൻ്റെ യജമാനൻ്റെ ഇണയായിട്ട് മിൽക്ക് യമീനായിട്ട് ജീവിക്കണോ അതല്ല വേണ്ടേ? മനസ്സിലായില്ലേ? ഇത് വളരെ പ്രധാനമാണ്. ഇത് ഇസ്ലാം പഠിപ്പിച്ച കാര്യം അല്ല. അറിഞ്ഞോ അറിയാതെയോ ആണ് പല തൽപര കക്ഷികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് യഥേഷ്ടം അടിമകളെ പിടിച്ച് വാഴാം മേയാം എന്ന് തുടങ്ങിയതായ വിഷയങ്ങൾ. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം ഇവിടെ ഉണർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങനെയാണ് ചെയ്തത്? അവരെ സ്വതന്ത്രമാക്കിയിട്ട് അവർ വിവാഹം കഴിക്കുക ചെയ്തത്. പക്ഷേ സാബിത്തിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴൊക്കെ അവരാരാണ്? അടിമ സ്ത്രീ തന്നെയാണ്. പക്ഷേ അവർക്ക് സമ്മതമല്ല സാബിത്തിന്. അതുകൊണ്ട് തന്നെ സാബിത്ത് റളിയല്ലാഹു അൻഹു അവരെ യഥേഷ്ടം ഉപയോഗിക്കാൻ, തൻ്റെ മിൽക്ക് യമീനായിട്ട് അവരുമായി അറയിൽ കൂടാൻ സമ്മതമല്ല. മനസ്സിലായി? അത് മനസ്സിലാക്കാനാണ്. ഒരു അടിമ സ്ത്രീ അവരുടെ റൈറ്റ്സ്, അവകാശങ്ങൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കി തരുന്നൊരു സംഭവമാണ് ഇവിടെ ഞാൻ കൊണ്ടുവന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു തആലാൻ്റെ കീഴിൽ ഒരു അടിമയായിരുന്നു ബരീറ. ബരീറ വിവാഹിതയായിരുന്നു. ബരീറയുടെ ഭർത്താവ് മുഗീസ് അദ്ദേഹം അടിമയാണ്, ബരീറയും അടിമയാണ്. ബരീറയ്ക്ക് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി. ആയിഷ റളിയല്ലാഹു തആല അവരെ മോചിപ്പിച്ചു. ഈ ബരീറ, മുഗീസ് അവർ രണ്ടുപേരും അടിമകൾ. അവരുടെ ജീവിതം ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകണില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കഅന്നി അൻദുറു ഇലൈഹി യതൂഫു വറാ അല അസ്തഗ്ഫിറുല്ലാഹ്. ഇബ്നു അബ്ബാസ് പറയാണ് കഅന്നി അൻദുറു ഇലൈഹി യതൂഫു വറാഅ ഫീ തുറുഖിൽ മദീന വനവാഹിയ. മുഗീസ് ഇങ്ങനെ എന്ത് ചെയ്യാണ്? പിന്നാലെ നടക്കുകയാണ്. ആരെ? ബരീറൻ്റെ. കാരണം എന്താ? ബരീറ മുഗീസിനെ ഒഴിവാക്കി ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മുഗീസിന് ബരീറയെ ഒരിക്കലും വിടാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ബരീറൻ്റെ പിന്നാലെ മുഗീസ് നടക്കണം മദീനയിൽ കൂടി. നീ എന്നെ ഒഴിവാക്കി പോവല്ലേ എന്ന് പറഞ്ഞിട്ട്. അതാണ് വഇന്ന ദുമൂഅഹു ലതസീലു അലാ ലഹിയതിഹി യതറബ്ബാഹ ലിതഖ്താറഹു എന്നാണ്. മുഗീസ് കരയുന്നുണ്ട്, കണ്ണീരിങ്ങനെ താടിയിലൂടെ ഒലിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രീതിപ്പെടുത്തിയിട്ട് ബരീറയുടെ പിന്നാലെ പോവാണ്. എന്നിട്ട് അവസാനം മുഗീസ് ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു യാ റസൂലല്ലാഹ് ഇശ്ഫഉ ഇലൈഹ. റസൂലെ നിങ്ങളൊന്ന് ഷഫാഅത്ത് ചെയ്യും ബരീറ പോകാതിരിക്കാൻ, എന്നെ നിലനിർത്താൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബരീറ വിളിച്ചിട്ട് പറയാണ് യാ ബരീറ അത്തഖില്ലാ ഫഇന്നഹു സൗജുകി വ അബു വലദിക്കി. ബരീറ അള്ളാഹിനെ സൂക്ഷിക്ക്, നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങളുടെ മക്കളുടെ വാപ്പയാണ്, അതുകൊണ്ട് ഇട്ടെറിഞ്ഞു പോകലെന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അപ്പോൾ ഉടനെ ബരീറ റസൂലുള്ളാഹിനോട് യാ റസൂലല്ലാഹ് അതഅ്മുറുനി ബിദാലിക്, തിരുദൂതരെ നിങ്ങൾ എന്നോട് അത് കൽപ്പിക്കുകയാണോ? റസൂലുള്ളാഹിൻ്റെ കൽപ്പനയാണ് എങ്കിൽ പിന്നെ ബരീറക്ക് എത്ര തിക്താണെങ്കിലും അത് സമ്മതിച്ചേ മതിയാകും. നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ എന്ന് റസൂലുള്ളാഹിനോട് ബരീറ ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നില്ല, മുഗീസിനെ ഭർത്താവായി പിടിച്ചു നിൽക്കണം എന്നുള്ള കൽപ്പന ഒന്നും എൻ്റെ അടുത്തുനിന്നില്ല. ഇന്നമാ അന ശാഫിഉൻ, ഞാനൊരു ശുപാർശകനാണ്, ഞാനൊരു ശുപാർശ പറയാണ്, ഇതൊരു സ്ട്രോങ് കൽപ്പനയൊന്നുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ബരീറ പറയുന്നത് എന്താണ്? ലാ ഹാജത്ത് ലീഫി, ലാ ഹാജത്ത് ലീഫി, മുഗീസിൻ്റെ ഒരാവശ്യം എനിക്കില്ല, മുഗീസിൻ്റെ ഒരാവശ്യവും എനിക്കില്ല എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഫഹയ്യറഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകി. ഒന്നുകിൽ മുഗീസിനെ ഭർത്താവായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ മുഗീസിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫഖ്താറത്ത് നഫ്സഹ എന്നാണ്, ബരീറ സ്വതന്ത്ര മുഗീസിനോടുള്ള ജീവിതം വേണ്ട എന്ന് അവർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ അമ്രഹാൻ തഅ്തദ ബിസലാസി ഹിയദിൻ എന്നാണ്, 3 ആർത്തവകാലം എഴുതിയിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മുഗീസിനോട് വേർപിരിഞ്ഞതിന് ശേഷം ഈ ബരീറയോട് കൽപ്പിച്ചു എന്നാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് പറഞ്ഞ വിഷയം അതാണ് ഇവിടെ നമ്മൾ ഈ മനിക്കുന്നത്. തിരുദൂതരെ താങ്കൾ എന്നോട് കൽപ്പിക്കുകയാണോ? അല്ല, ഞാനൊരു ശുപാർശകൻ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയാളെ യാതൊരു ആവശ്യമില്ല എന്ന് ബരീറ പറഞ്ഞു എന്നാണ്. ഇതൊരു സ്ത്രീ അവരുടെ അവകാശം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകവെച്ചതാണ് നമ്മൾ വായിക്കുന്നത്. ഒരാണിൻ്റെ കൂടെ തുടരണോ അതല്ല തുടരണ്ടേ എന്നുള്ള വിഷയത്തിൽ ബരീറ അവരുടെ അടിമ സ്ത്രീയായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കീഴിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഒരടിമ പെണ്ണാണ് എന്ന് വിചാരിച്ച് ഉടമപ്പെടുത്തുന്ന യജമാനെ എങ്ങനെയും എപ്പോഴും കയറി മേയാം എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പിന്നെയോ ഇസ്ലാം അവരെ ഒരു മിൽക്ക് യമീനാക്കി താൻ പൂർണ്ണമായും ഉടമപ്പെടുത്തിയതിന് ശേഷം തൻ്റെ കൂടെ നിർത്തി അവരുടെ സമ്മതവും എങ്കിൽ ഒരു ഭാര്യയാക്കി തുടർത്താം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനാ വന്ന സ്ത്രീയുടെ പൂർണ്ണ തൃപ്തിയും സമ്മതവും അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇതിൽ ഈ വിഷയത്തിൽ തസരിയുടെ വിഷയത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു വിഷയമാണ്. തൻ്റെ വിഹിതത്തിൽ ഒരടിമ വന്നാൽ അടിമയാക്കിയിട്ട് തുടർത്താം. പക്ഷെ അവളുമായിട്ടുള്ള ലൈംഗിക ജീവിതം ഉണ്ടല്ലോ, അത് ഇങ്ങനെ പറ്റൂ. മിൽക്കി യമീനായി അനുവദനീയമായ ഒരു പെണ്ണായി അവരുടെ സമ്മതം ഉണ്ടെങ്കിലേ പറ്റൂ, തൃപ്തി ഉണ്ടെങ്കിലേ പറ്റൂ. അതില്ലെങ്കിൽ വ്യഭിചാരമാണ്. അതില്ല എങ്കിൽ ഈ ബന്ധം വ്യഭിചാരമാണ്. വ്യഭിചാര കുറ്റം ഇയാളിൽ ചാർത്തപ്പെടും. ഇസ്ലാമിക ശിക്ഷാ കോടതി ഉണ്ടെങ്കിൽ വിവാഹിതനാണ് എങ്കിൽ എറിഞ്ഞു കൊല്ലപ്പെടും, അല്ലെങ്കിൽ 100 അടിയും നാടുകടത്തലും ശിക്ഷയായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായ? ആ സാബിത്ത് ബിൻ ഖൈസിൻ്റെ അടുക്കൽ ജുബൈർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരിക്കെ ഉള്ള ആ അവസ്ഥയാണ് ഇവിടെ നമ്മുടെ വിഷയം. മനസ്സിലായി? പിന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പ്രതീക്ഷ വെച്ചത് തൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള ദ്രവ്യം ചോദിച്ച് ചെന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മോചന ദ്രവ്യം നൽകി, അത് മഹറാക്കി, പിന്നെ അവരെ വിവാഹം കഴിച്ചതൊക്കെ അത് വേറെ വിഷയം. ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? ഒരു ആളുടെ വിഹിതത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ അടുക്കലേക്ക് ഒരു അടിമ സ്ത്രീ വരികയാണ് എങ്കിൽ വന്ന മാത്രയിൽ അയാൾക്ക് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച സംഗതിയല്ല. പിന്നെ ആ വന്ന സ്ത്രീ നോക്കണം തനിക്കിത് അനുവദനീയമാകുന്ന പെണ്ണാണോ എന്നുള്ളത്. പിന്നെ അയാൾ അത് തൻ്റെ മിൽക്കി യമീനിൽ പൂർണ്ണമായ ഉടമസ്ഥതയിലെത്തിയതാണോ എന്നത് ഉറപ്പുവരുത്തണം. പിന്നെ ഒരു വൈവാഹിക ലൈംഗിക ജീവിതത്തിന് തന്നോട് പൊരുത്തപ്പെടാൻ സമ്മതമുള്ള തൃപ്തിയുള്ളവളാണോ എന്ന് നോക്കണം. മനസ്സിലായി? അതില്ല എങ്കിൽ ലൈംഗികമായിട്ട് പ്രാപിക്കാൻ പാടുള്ളതല്ല. തൻ്റെ വീട്ടിൽ വേലക്ക് ജോലിക്കൊക്കെ ഉപയോഗപ്പെടുത്താം, അത് വേറെ വിഷയം. ലൈംഗിക ജീവിതം ഉണ്ടല്ലോ, അത് തുടർത്താൻ അതാണ് തസരി. അതിനവരുടെ തൃപ്തി മസ്റ്റാണ്. ഇസ്ലാം ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അടിമകളുടെ ഒരു സമുദ്രം ഇവിടെ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അന്ന് സാമൂഹ്യ ശ്രേണിയിൽ ഈ 2 നിലയുണ്ട്. മനസ്സിലായില്ലേ? ഇസ്ലാം ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് നിയമങ്ങൾ ഏതൊരു കാലത്തേക്കും പിന്നെ പ്രായോഗികവൽക്കരിക്കപ്പെടും വിധം അന്നത്തേക്കും എന്നത്തേക്കും പര്യാപ്തമായ രീതിയിലാണ് എന്ത് ചെയ്ത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അന്യപുരുഷൻ്റെ കീഴിലുള്ള ഒരു സ്ത്രീയും സ്വന്തം കീഴിലുള്ള ഒരു സ്ത്രീയാണ് ഒരു അടിമയായിട്ടുള്ള ഇണ. അതിന് താൻ ഭാര്യയാക്കുന്നതും മറ്റൊരാളുടെ കീഴിലുള്ള ഒരു സ്ത്രീയെ പിന്നെ ഭാര്യയാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് അയാളുടെ ഉടമസ്ഥയിൽ നിന്ന് താൻ എടുക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അയാളുടെ സമ്മതം വേണം. അതേപോലെ തന്നെ അതിന് 2 സാക്ഷികൾ വേണം. അതേപോലെ തന്നെ അവിടെ പറയുന്ന മഹർ വേണം. അതൊക്കെ ഒരു വിഷയമാണ്. കാരണം അത് മറ്റൊരാളുടെ ഉടമസ്ഥതയിലും കീഴിലുള്ള പെണ്ണാണ്. ഇതങ്ങനെയല്ല, ഇത് തൻ്റെ വീട്ടിലുള്ള പെണ്ണാണ്. പക്ഷേ അതിനെന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, അതും ഒരു വികാരമുള്ളൊരു ജീവിയാണ്, അതൊരു മനുഷ്യനാണ്. ഒരു പുരുഷൻ്റെ സാന്നിധ്യം അതും ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ്റെ സാന്നിധ്യം അതിന് വേണമെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം? അതിനെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തനിക്കൊരു ജീവിതം നൽകാം. നമ്മളിവിടെ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനത്തെ സ്ത്രീകൾ നിങ്ങൾ കല്യാണം കഴിച്ചു വിടണമെന്ന്. വാങ്കിഹുൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് നമ്മൾ പറഞ്ഞില്ലേ സൂറത്തുൻ നൂറിലെ. ആ സ്ത്രീകൾ അങ്ങനെ വെറുതെ വിടാൻ പാടുള്ളതല്ല. ആണായാലും പെണ്ണായാലും അവർക്കും ഒരു ലൈംഗിക ജീവിതമുണ്ട്, വികാരമുണ്ട്. അതിനെ ശമിപ്പിക്കാൻ പൂരിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ കല്യാണം കഴിച്ചു വിടണം എന്ന് അല്ലാഹു പറഞ്ഞു. അതില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഈ യജമാനന് അവർക്കൊരു ജീവിതം നൽകണം. അതിനെന്ത് വേണം? അവരുടെ തൃപ്തി ചോദിച്ച് തൃപ്തി മനസ്സിലാക്കിയിട്ട് അതിനെ ജീവിത സഖിയാക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതേപോലെ ഇപ്പോൾ ഈ തസരിയുടെ വിഷയത്തിലുണ്ടല്ലോ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിന്നെ അടിമ സ്ത്രീയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അവർക്കൊരു ജീവിതം നൽകാൻ ഉദ്ദേശിച്ചപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയെ നിയോഗിക്കുകയാണ് ചെയ്തത്. എന്തിന്? അവരെ പോയി നോക്കാൻ. പെണ്ണ് കാണൽ. നമ്മൾ പെണ്ണ് കാണാനുള്ള ഒരു
സ്ത്രീയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങിൽ നമ്മൾ എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അടിമ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മു സുലൈമിനെ നിയോഗിച്ചു. അവരുടെ വായ മണത്തു നോക്കാൻ പറഞ്ഞു. അവരുടെ കാലിൻ്റെ മടമ്പ് ഭാഗം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായിരുന്ന. എന്തിന് വേണമെങ്കിൽ റസൂലുള്ളാഹിക്ക് ആ അടിമ സ്ത്രീ നിറഞ്ഞ മാത്രയിൽ പോയിക്കൂടെ അങ്ങോട്ട്. പക്ഷെ അതല്ല ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കാണാൻ വേണ്ടി ആളെ നിയോഗിച്ച് എന്നിട്ട് അവരുടെ ഈ വിശേഷണങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ചെയ്തത്. ഇത് ഞാനിവിടെ പറയാൻ കാരണം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ത്രീയെ ഇണയാക്കുമ്പോൾ ഈ കാണൽ ചടങ്ങില്ലേ, അതേപോലെ തന്നെയാണ് ഒരു മിൽക്കി യമീനിനെ ഇണയാക്കുമ്പോഴുള്ള ഈ വിഷയവും. ഇസ്ലാം ഈ അടിമകളുടെ വിഷയത്തിൽ പറഞ്ഞ ഇത്രയും പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ ഇന്ന് ചിലർ ഈ വിഷയത്തിൽ എടുത്തിരുന്നൊരു വിഷയമാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു അടിമ സ്ത്രീയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചപ്പോൾ അവരുടെ മാറുഭാഗത്ത് ഇങ്ങനെ തൊട്ടു നോക്കി, അതേപോലെ തന്നെ ഊരയുടെ ഭാഗത്ത് തൊട്ടു നോക്കി എന്നാണ് ഒരു നിവേദനം ഉള്ളത്. അതന്നെ അവരുടെ വസ്ത്രത്തിൻ്റെ പുറത്ത് എന്ന ഹദീസിലുണ്ട്, അതിൻ്റെ റിപ്പോർട്ടിലുണ്ട്. വസ്ത്രത്തിൻ്റെ പുറത്ത് കൈവച്ച് നോക്കി തൊട്ടു നോക്കി എന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയം. ഇതാണ് ഇന്ന് പല തൽപര കക്ഷികളും പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്നത്. ഈ വസ്ത്രത്തിൻ്റെ പുറത്ത് കൈവച്ചു എന്നുള്ളത് പോലും മുടി വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, അതിനെ അവർ ചിത്രീകരിക്കണത്. പിന്നെ ഈ അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചിത്രീകരിക്കാൻ മാത്രം അനുഭവസ്ഥരായതുകൊണ്ട് തന്നെ ഏത് രീതിയിലും അവരത് വർണ്ണിക്കും. ഒരു മിൽക്കി യമീനെ അല്ലെങ്കിൽ ഒരു ജാരിയത്തിനെ തനിക്ക് ഇണയായി സ്വീകരിക്കാൻ ഇബ്നു ഉമർ ഉദ്ദേശിച്ചപ്പോൾ അങ്ങനെ ചെയ്തു എന്നാണ്. അവരെ അതിന് ഈ രീതിയിൽ ഖിത്ബത്ത് നടത്തിയെന്നാണ്, വിവാഹാന്വേഷണം നടത്തിയെന്നാണ്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഈ രീതിയിലല്ല എന്ന് അത് മനസ്സിലാക്കാൻ ഞാൻ ഉമ്മു സുലൈമിൻ്റെ പറഞ്ഞത്. റസൂലുള്ള ഒരു പെണ്ണിനെ നിയോഗിക്കുകയാണ് അവരെ പോയി നോക്കാനും കാണാനും, അവരെ തൻ്റെ ജീവിത സഖിയാക്കുന്നതിന് മുമ്പ്. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ വിഷയം ഉണ്ടല്ലോ, ഒന്നാമതൊരു സഹാബിയുടെ പ്രവൃത്തിയാണ്. ഇബ്നു ഉമർ മഹാനാണ് റളിയല്ലാഹു തആല അൻഹു, അതിലൊന്നും ഇഷ്കാല്ല. പക്ഷേ ഇബ്നു ഉമറിൻ്റെ ഒരു വാക്ക് ദീനിലെ തെളിവാണ്, നമ്മുടെ ദീനിലെ തെളിവാണ്. ഖൗലു സഹാബി അല്ല, സഹാബികളുടെ ഇജ്മാ ആണ് തെളിവ്. ഏതെങ്കിലും ഒരു സഹാബിയുടെ ഒരു വാക്ക് തെളിവല്ല. വാക്കും പ്രവൃത്തിയും എതിരായാൽ ആരെ മുന്തിപ്പിക്കേണ്ടത്? ഒരു സഹാബിയുടെ വാക്ക് പ്രവൃത്തി ഇത് എതിരായിട്ടുണ്ടെങ്കിൽ വാക്കിനെയാണ് മുന്തിപ്പിക്കുക, പ്രവൃത്തിയല്ല. അപ്പോൾ ഇതൊരു സഹാബിൻ്റെ പ്രവൃത്തിയാണ്. ഈ ഒരു പ്രവൃത്തി അതൊരിക്കലും ദീനിൽ തെളിവല്ല, വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമാണത്. അത് ഏതൊരു സാഹചര്യത്തിൽ എന്തിന് എന്നുള്ളത് തന്നെ നമുക്കറിയില്ല. അദ്ദേഹം ഒരു അടിമയെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആ അടിമയുടെ വസ്ത്രത്തിനുപരിയിൽ മാറിൽ കൈവച്ചു, അതേപോലെ തന്നെ ഊരയുടെ ഭാഗത്ത് കൈവച്ച് നോക്കി എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അത് ദീനിലൊരിക്കലും തെളിവല്ല, അത് അദ്ദേഹത്തിൻ്റെ വൈയക്തികമായിട്ടുള്ളൊരു വിഷയമാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ നമ്മുടെ ദീനിൽ എന്തെല്ലാം തെളിവല്ല. മുഴുവൻ സഹാബികളുടെയും ഇജ്മാ ആണ് ദീനിൽ തെളിവ്. എന്നിരിക്കെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിത മാതൃകകൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു പ്രവൃത്തി അതിനെ വികലമായി ചിത്രീകരിച്ചിട്ട് ഈ അടിമകളുടെ വിഷയം ഇസ്ലാമിൽ വളരെ പരാജയമാണ്, അടിമകളോട് ക്രൂരതയാണ് എന്നാണ് ഇന്ന് എന്ത് ചെയ്യണത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു വിഷയം ഇവിടെ ഇബ്നു ഉമറിൻ്റേത് ഇവിടെ ഉണർത്തിയത്. മനസ്സിലായോ? ഇനി ഇതിൽ ഒരു അടിമ സ്ത്രീയെ മിൽക്കി യമീനായി ഒരാൾ നിലനിർത്തിയാൽ, തൻ്റെ ഇണയായി മിൽക്കി യമീനായി നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഈ മിൽക്കി യമീൻ, ഈ പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണിൻ്റെ ഉമ്മ അടിമ സ്ത്രീയാണെങ്കിൽ ഇയാൾക്ക് ആ പെണ്ണിൻ്റെ ഉമ്മനെ ഹറാമാണ്. ഈ മിൽക്കി യമീനിന് മക്കളുണ്ട് എങ്കിൽ, പെൺമക്കളുണ്ട് എങ്കിൽ ഈ യജമാനി ആ പെൺമക്കൾ നിഷിദ്ധാണ്. നോക്കി നിങ്ങൾ, സെരിയ എന്ന് പറഞ്ഞെങ്കിൽ എന്താ, സെരിയ എന്ന് പറഞ്ഞാൽ ആരാ പറയും? മിൽക്കി യമീനിലെ ഭാര്യ, അതിൻ്റെ മാതാവ് ഈ യജമാനിന് ഹറാമാണ്. സെരിയയുടെ മക്കൾ, പെൺമക്കൾ ഇയാൾക്ക് ഹറാമാണ്. ഇനി ഈ സെരിയക്കൊരു സഹോദരി ഉണ്ട് നോക്കുക, സെരിയക്കൊരു സഹോദരി ഉണ്ട് നോക്കുക. ഈ സെരിയയെയും അതിൻ്റെ സഹോദരിയെയും ഒന്നിപ്പിക്കൽ മിൽക്കി യമീനായി ഒന്നിപ്പിക്കാൻ പാടില്ല. കാരണം എന്താ, വായി യജ്മാഉ ബൈനൽ ഉഖ്തൈൻ, രണ്ട് സഹോദരിമാരെ ഒപ്പം ഭാര്യമാരായി വെക്കാൻ പാടില്ല. അത് മിൽക്കി യമീനും ബാധകമാണ്. ഏട്ടത്തി അഞ്ചത്തി മിൽക്കി യമീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരാളെയാണ് എന്ത് മിൽക്കി യമീനായിട്ട് തൻ്റെ ഇണയായിട്ട് നിലനിർത്താൻ പാടുള്ളൂ, മറ്റേ ആളതിന് പാടുള്ളതല്ല, ഇവൾ വേർപിരിയുന്നത് വരെ. അതേപോലെ തന്നെയാണ് സെരിയയുടെ മാതൃ സഹോദരിയുടെയും
അതേപോലെ പിതൃ സഹോദരിയുടെയൊക്കെ വിഷയം. ഒരു പെണ്ണിനെയും മാതൃ സഹോദരിയെയും ഒന്നിച്ച് ഇണയാക്കാൻ പാടില്ല എന്നതുപോലെ, ഭാര്യമാരായി നിലനിർത്താൻ പാടില്ല എന്നതുപോലെ മിൽക്കി യമീനായിട്ടും പാടില്ല എന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലാണ്ട് ഈ വിഷയം. അതേപോലെ തന്നെ നോക്കി നിങ്ങൾ, ഇമാം മാലിക്കിൻ്റെ ഇബ്നു ശിഹാബിൽ നിന്നുള്ള ഫത്വയാണത്. 3 തലാഖ് നിർവഹിച്ച് വേർപിരിയാത്ത കാലത്തോളം മിൽക്കി യമീനിലൂടെ അയാൾക്ക് അനുവദനീയമാണ്. അയാൾ 3 തലാഖ് നിർവഹിച്ച് വേർപിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവളുമായി മിൽക്കി യമീനിലൂടെ ബന്ധപ്പെടൽ അവന് അനുവദനീയമാവില്ല, അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരെ. ഒരാൾ ഭാര്യയെ 3 തവണ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭാര്യയെ ഇയാൾക്ക് ഇണയാണെങ്കിൽ എന്ത് വേണം? അവളെ വേറൊരാൾ കല്യാണം കഴിച്ച് സ്വാഭാവിക വിവാഹമോചനം നടത്തിയിട്ടുണ്ടെങ്കിൽ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് മിൽക്കി യമീൻ്റെയും വിഷയം. ഞാൻ ഈ മസാല പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരടിമ പെണ്ണ് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു വിവാഹബന്ധത്തിൽ പാലിക്കേണ്ട സൂക്ഷ്മതയുടെയും അതേപോലെ തന്നെ കണിശതയുടെയും ഒക്കെ വിഷയം ഈ മിൽക്കി യമീൻ്റെയും വിഷയത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. മനസ്സിലായ? അതിൽ പിന്നെയും ചില ഫലങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഈ തസരിയുടെ വിഷയം. ഒരാൾ ഉണ്ടല്ലോ, ഒരു മിൽക്കി യമീനെ സ്വീകരിച്ചാൽ ഈ സ്വീകരിച്ച യജമാനൻ്റെ വാപ്പ ഈ പെണ്ണിന് മഹറമാണ്. ഇയാൾക്ക് ആൺമക്കളുണ്ട് എങ്കിൽ ആ ആൺമക്കൾ ഈ പെണ്ണിന് മഹറമാണ്. ഏതുപോലെ? ഭാര്യയാണെന്ന പോലെ. പറഞ്ഞ് മനസ്സിലാണ്ടോ? ഇത്തരം മസാലകളൊക്കെയും ഈ മിൽക്കി യമീൻ്റെയും വിഷയത്തിലുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരിക്കലും ഇത് ഒരു അടിമ പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ ഏവർക്കും സമ്മതമുള്ള ഒരു വിഷയം ആണ് എന്നുള്ള ചിത്രീകരണം അത് വളരെ അപകടമാണ്. അത് ഇസ്ലാമികല്ല. ഇവിടെ നോക്കി നിങ്ങൾ, ഉമർ പറയുന്നത് അയ്യുമാ റജുലിൻ ഖശിയ അമതഹു സുമ്മ ദയ്യഅഹ ഫദ്ദയ്യതു അലൈഹി വൽ വലദു വലദുഹു എന്നാണ്. ഒരടിമ പെണ്ണിനെ ഇണയായിട്ട് ഒരാൾ പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ എന്നിട്ട് ആ പെണ്ണിനെ അയാൾ പാഴാക്കിയിട്ടുണ്ടെങ്കിൽ, ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മേൽ ബാധ്യതയാണ് ഈ അടിമ പെണ്ണ്. അതിലുള്ള കുട്ടി അത് ഇയാളുടെ കുട്ടിയാണ്, ഈ യജമാനൻ്റെ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു പെണ്ണിനെ പ്രാപിക്കുക, അതിനെ വിടുക, പോവുക, ഗർഭിണിയാക്കുക, എന്നിട്ട് അതിനെ വിടുക, പോവുക, ആ പരിപാടി ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ സ്ത്രീ ഇയാളുടെ ഉമ്മ വലതാണ്, അതിലുണ്ടാകുന്ന കുട്ടി ഇയാളുടെ കുട്ടിയാണ്. ഇയാൾ മരിക്കുന്നതോടുകൂടി പിന്നെ ആ സ്ത്രീ പൂർണ്ണ സ്വതന്ത്രയാണ്. മനസ്സിലായ? അതൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള വിഷയമാണ് ഈ തസരിയുടെ വിഷയത്തിൽ. പിന്നെ ഒരു വലായിൻ്റെ വിഷയമാണ്. ഒരാൾ തൻ്റെ കീഴിലുള്ള അടിമയെ മോചിപ്പിച്ചാൽ, അടിമ സ്ത്രീയെ മോചിപ്പിച്ചാൽ, ആ മോചിപ്പിക്കപ്പെട്ട അടിമയും ഈ ഉടമയും തമ്മിലുള്ള ഒരു ബന്ധം, അതാണ് വലാ. മനസ്സിലായോ? അടിമയും ഉടമയും അനന്തരം എടുക്കപ്പെടുന്ന ഒരു ബന്ധം വരും. അതേപോലെ തന്നെ ഈ അടിമ സ്ത്രീ അല്ലെങ്കിൽ അടിമ അയാളുടെ വിലായത്ത്, അതേപോലെ തന്നെ ഈ അടിമയിൽ നിന്ന് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ വരികയും അയാൾ ഒരു മോചനദ്രവ്യം നൽകേണ്ട ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോചനദ്രവ്യം നൽകേണ്ടത് മോചിപ്പിക്കപ്പെട്ട ഉടമയാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഉടമ മരിച്ചാൽ ജനാസ നിസ്കാരം, അതേപോലെ തന്നെ അടിമ മരിച്ചാൽ ജനാസ നിസ്കാരം ഉണ്ടല്ലോ. ഇതൊക്കെ സ്ഥിരപ്പെടും ഈ വലായിലൂടെ. ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ എന്നാൽ രക്തബന്ധം പോലുള്ള ഒരു ബന്ധമാണ്. അത് വിൽക്കപ്പെടുകയില്ല, ദാനം ചെയ്യപ്പെടുകയില്ല. അൽ വലാ ലുഹ്മത്തുൻ കലുഹ്മത്തിൻ നസബ് എന്നാണ്. രക്തബന്ധം എങ്ങനെയാണ് അതുപോലെയാണ് വലാ എന്നാണ്. മോചിപ്പിക്കപ്പെട്ട അടിമയും അല്ലെങ്കിൽ അടിമ സ്ത്രീയും മോചനം നൽകിയ യജമാനനും ഇവർ തമ്മിലുള്ള ബന്ധം. മനസ്സിലായില്ല? അതൊരു വലിയ ഒരു മസലയാണ്. പിന്നെ ഇസ്ലാം ഈ അടിമ ഉടമ ബന്ധത്തിൽ കാഴ്ചവെച്ച സുന്ദരമായ ഒരു മാതൃകയാണ്. അതൊരു വലിയ വിഷയമാണ്. നമ്മൾ സൂറത്ത് അഹ്സാബിൻ്റെ തഫ്സീറിൽ അതിൻ്റെ കുറേ മസലകൾ പറഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഈ ബന്ധമില്ലാത്ത രീതിയിൽ മോചിപ്പിക്കൽ, ഒരാൾക്ക് ഒരടിമയെ യാതൊരു അവകാശവുമില്ലാതെ മോചനം നൽകി പ്രഖ്യാപിക്കാം. അതിനാണ് ഈ സായിബത്ത് എന്ന് പറയാം. അബുൽ ആലിയ റളിയല്ലാഹു തആല അൻഹുവിനെ യജമാനത്തി മോചിപ്പിച്ചത് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ അടിമ സ്ത്രീകളുടെയൊക്കെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതും ഏറെ ഇതിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി നോക്കൂ നിങ്ങൾ, ഒരു അടിമ സ്ത്രീയെ നോക്കുന്ന വിഷയത്തിൽ പറഞ്ഞത്, ഒരടിമ സ്ത്രീയെ നോക്കുന്ന വിഷയത്തിൽ തീർച്ചയായും അടിമ സ്ത്രീ സ്വതന്ത്ര സ്ത്രീയെ പോലെയാണ്. അടിമ സ്ത്രീയും സ്വതന്ത്ര സ്ത്രീയും മറ്റുള്ളവർ നോക്കുന്ന വിഷയത്തിൽ ഒരുപോലെയാണ്. കാരണം ഇരുവരുടെയും പ്രകൃതി ഒന്നാണ്, സൃഷ്ടിപ്പ് ഒന്നാണ്. അടിമ സ്ത്രീ ആയാലും സ്വതന്ത്ര സ്ത്രീ ആയാലും ഒരേ സൃഷ്ടിപ്പാണ്, പ്രകൃതിയാണ്.
സ്ത്രീത്വത്തിൻ്റെ വസ്തുതക്കും യാഥാർത്ഥ്യത്തിനും അപ്പുറം ഒരു വിശേഷണമാണ് അടിമത്തം എന്നുള്ളത്. അടിമത്തം എന്നുള്ളതുകൊണ്ട് ഒരു പെണ്ണിനെ വേറൊരു സൃഷ്ടിയാക്കിയിട്ട് മാറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വേർതിരിക്കുന്ന യാതൊരു തെളിവുമില്ല എന്നാണ് ഇബ്നു ഹസം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ പെണ്ണുങ്ങളോട് എങ്ങനെ ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞത്? വനിസാഇൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ വലിയ ദ്രിബിന ബി ഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന് പറഞ്ഞില്ലേ? അത് സ്വതന്ത്ര സ്ത്രീകൾക്ക് അടിമ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിച്ഛേദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നോക്കുന്ന വിഷയത്തിൽ സ്വതന്ത്ര സ്ത്രീയെ പോലെ തന്നെയാണ് ആര്? അടിമ സ്ത്രീയും എന്നുള്ളതാണ്. പക്ഷേ ഈ അടിമ സ്ത്രീകളുടെ വിഷയത്തിൽ സ്വതന്ത്ര സ്ത്രീകൾക്ക് നേരെയുള്ള ഈ ഹിജാബിൻ്റെ കാർക്കശ്യം അത് ഉണ്ടായിട്ടില്ല. കാരണം എന്താണ് വെച്ചാൽ ഈ അടിമ സ്ത്രീകൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ അവരുടെ സേവനവുമായൊക്കെ ബന്ധപ്പെട്ട് എപ്പോഴും ഈ പരിപൂർണ ഹിജാബിൽ തുടരുക എന്നുള്ളത് അവർക്ക് അസാധ്യമായതിനാൽ തക്ലീഫ് എപ്പോഴും തശ്രീഫിനനുസരിച്ചാണ്. സ്ഥാനം എത്രയാണ് അതിനനുസരിച്ചാണ് വിധി വിലക്കുകൾ. ആ നിലക്ക് അവർക്ക് ചില ഇളവുകൾ പറയപ്പെട്ടിട്ടുണ്ട് ഈ ഹിജാബിൻ്റെയൊക്കെ വിഷയത്തിൽ. അതിന് ചില ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൂർണ്ണമായ ഹിജാബിൽ അടിമകളായിട്ടുള്ള സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തായാലും അതിനുശേഷമായാലും അങ്ങനെ സ്വതന്ത്ര സ്ത്രീകളെ പോലെ വസ്ത്രം ധരിച്ച് നടന്നിരുന്നില്ല എന്നുള്ള വിഷയത്തിൽ മനസ്സിലായോ? പിന്നെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു അടിമ സ്ത്രീ എത്ര മറച്ചാൽ അവരുടെ നിസ്കാരം സാധുവാകുമെന്നൊരു മസലുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു സ്ത്രീ അത്രയേ മറക്കാവൂ എന്നുള്ളതല്ല. പിന്നെയോ ഈ ഒരു വിഷയമാണ് നമ്മൾ ഫിഖ്ഹി കിതാബുകളിൽ വായിക്കുക. നിസ്കാരത്തിൽ നിർബന്ധമായി മറക്കേണ്ട ഭാഗം മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗമാണ്. അത്ര മറച്ച് നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം സാധുവാണ്. അതേ പറഞ്ഞിട്ടുള്ളൂ, അന്യരുടെ സാന്നിധ്യത്തിലല്ല. അന്യരുടെ സാന്നിധ്യത്തിൽ എന്ത് നമ്മൾ പറഞ്ഞില്ലേ? അതേസമയം ഒരു സ്ത്രീ, ഒരു അടിമ സ്ത്രീ, അവരുടെ നിസ്കാരം സാധുവാകാൻ എത്ര മറച്ചാൽ മതി? മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം മറച്ചാൽ തന്നെ അവരുടെ നിസ്കാരം ശരിയാകും, അവരുടെ നിസ്കാരം സാധുവാകും എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അത്ര മറച്ച് നിസ്കരിക്കണം എന്നാ. അതാണ് നിസ്കാരത്തിൽ ഒരു സ്ത്രീയുടെ മറവി എന്ന. ഇപ്പം നമ്മൾക്ക് എത്ര മറച്ചാൽ മതി? മുട്ടുപൊക്കലിനിടയിൽ മറച്ച് നിസ്കരിച്ചാൽ മതി. ആരങ്ങനെ നിസ്കരിക്കാറ്? അങ്ങനെ നിസ്കരിക്കാനാണോ പറഞ്ഞത്? ഖുദു സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ് എന്ന് പറഞ്ഞത് ഇല്ലേ? അപ്പോൾ ഒരാളെന്ത് ചെയ്തു? ഇങ്ങനെ മറച്ച് നിസ്കരിച്ചു, അയാളുടെ നിസ്കാരം ശരിയാണ്, അത്രയേ ഉള്ളൂ. അതേപോലെയാണ് അടിമ സ്ത്രീയുടെ വിഷയത്തിലും പറഞ്ഞിട്ടുള്ളത്. മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം മറച്ച് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിസ്കാരം സാധുവാണ്, ശരിയാണ്. എന്നാൽ മറ്റുള്ളവർ കാണുന്നിടത്ത് അവരുടെ ഔറത്ത് അത് സ്വതന്ത്ര സ്ത്രീകളുടെ ഔറത്ത് എന്ന പോലെ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ്റെ പ്രയോഗത്തിൽ നിന്നും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഞാനിവിടെ നിർത്തുമ്പോൾ ഞാനിവിടെ ഇസ്ലാം അടിമകളെ ആദരിച്ചു, ബഹുമാനിച്ചു, അവർക്കുള്ള അവകാശങ്ങൾ വകവെച്ചു, സ്ഥാനങ്ങൾ കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ അടിമകൾ ആരായി? ഇസ്ലാമിൽ അടിമകൾ ആരായി? നമ്മൾ ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ച് കേൾക്കാറുള്ളത് എന്താ? അബൂബക്കർ സയ്യിദുന ആതക സയ്യിദന. അബൂബക്കർ നമ്മുടെ സയ്യിദാണ്. ഉമർ പറയുന്നതാണ്. ആതക സയ്യിദന, അബൂബക്കർ നമ്മുടെ യജമാനൻ എന്നെ മോചിപ്പിച്ചതാണ്. ആരാ? സയ്യിദ് ബിലാൽ. ബിലാലിനെ സയ്യിദ് എന്നാണ് ഉമർ വിശേഷിപ്പിച്ചത്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മൗലമാരായിരുന്ന ആളുകളുടെയൊക്കെ സ്ഥാനം ഇവിടെ നോക്കി നിങ്ങൾ. ഞാൻ ചില പേരുകൾ ഇവിടെ എഴുതിയത്, ഇത് അമവി ഖലീഫമാരിൽ മൂന്നാമത്തെ യസീദ്. യസീദ് ബിൻ മുആവിയ ഉണ്ട്, പിന്നെ യസീദ് ബിൻ അബ്ദുൽ മലിക് ഉണ്ട്, പിന്നെ യസീദ് ബിനുൽ വലീദ് ഉണ്ട്. അമവി ഖലീഫമാരിൽ 3 യസീദന്മാരുണ്ട്. അതിൽ മൂന്നാമത്തെ യസീദ് ഇതൊരു അടിമ സ്ത്രീയുടെ മകനാണ്. വലീദ് കല്യാണം കഴിച്ചിരുന്ന ഒരു പേർഷ്യക്കാരി യുദ്ധബന്ദി, അവരിലുണ്ടായ കുട്ടിയാണ് ഈ യസീദ്. അദ്ദേഹം ഒരു ഖലീഫയായി അമവി ഖിലാഫത്തിൽ വാണു എന്നുള്ളതാണ്. അബ്ബാസി ഖിലാഫത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോക്കി നിങ്ങൾ, ഇത് അബൂ ജഅഫർ അൽ മൻസൂർ, രണ്ടാം അബ്ബാസി ഖലീഫ. ആദ്യത്തെ ഒന്നാമത്തെ ഖലീഫ അബുൽ അബ്ബാസ് സഫാഹ്, രണ്ടാമത്തേത് അബൂ ജഅഫർ അൽ മൻസൂർ. എത്ര പ്രസിദ്ധനാണ് അബൂ ജഅഫർ അൽ മൻസൂർ. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു അടിമ സ്ത്രീയായിരുന്നു, ബർബറുകളിൽ നിന്നുള്ള. ബർബർ എന്ന് പറഞ്ഞാൽ ആരാ? ബർബറിയൻ, ആ വർഗത്തിൽപ്പെട്ട. അതേപോലെ ഖലീഫ ഹാറൂൺ റഷീദ്, ഹാറൂൺ റഷീദിൻ്റെ ഉമ്മ ഒരു അടിമ സ്ത്രീയായിരുന്നു. അതേപോലെ തന്നെ ഹാറൂൺ റഷീദിൻ്റെ മകൻ മഅ്മൂൻ, അതേപോലെ തന്നെ മുഅ്തസിം ബില്ല, അതേപോലെ മുഅ്തസിം ബില്ലൻ്റെ മകൻ വാസിഖ് ബില്ല ഉണ്ടോ. പിന്നെ അബ്ബാസി ഖിലാഫത്തിൽ മുഹ്തദി,
അൽ മുഹ്തദി, അൽ മുൻതസിർ, അൽ മുസ്തഈൻ, അൽ മുക്തഫി, അൽ മുഖ്തദിർ, ഇങ്ങനെ തുടങ്ങി പിന്നെ അൽ മുസ്തദി, ഇങ്ങനെ തുടങ്ങി പല ഖലീഫന്മാരുണ്ട്. ഇവരൊക്കെ ആരായിരുന്നു? അവരൊക്കെ പിന്നെ ഈ യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ട് അടിമകളാക്കി പിന്നെ അടിമകളായി സ്വീകരിക്കപ്പെട്ട സ്ത്രീകളുടെ മക്കളാണ് ഇതൊക്കെ അല്ലേ. ഇവർക്കൊക്കെ അധികാരത്തിൽ സ്വാധീനമുണ്ടായി, അവരൊക്കെ ഖലീഫന്മാരായി വേണം അല്ലേ. ഇതിനെ തുടർന്നാണ് പിന്നെ മംലൂക്കുകളുടെ ഖിലാഫത്ത് വന്നത്. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ ആരാണ്? അടിമകളാണ് അവരുടെ ഉമ്മമാർ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മാൻ്റെ കുടുംബക്കാർക്ക് എന്തുണ്ടാവും? സ്വാധീനം ഉണ്ടാവുമല്ലോ. അബ്ബാസി ഖിലാഫത്തിന് ശേഷം പിന്നെ ആരാ വന്നത്? അബ്ബാസി ഖിലാഫത്തിന് ശേഷം മംലൂക്കുകളുടെ ഖിലാഫത്താണ് വന്നത്. പിന്നെയാണ് ഉസ്മാനികൾ വരുന്നത്. ഉണ്ട്. ഈ മംലൂക്കുകൾക്ക് ഖിലാഫത്ത് വരാൻ തന്നെ കാരണം എന്താണ്? ഈ രീതിയിലുള്ളതായ പിന്നെ അവരുടെ സ്വാധീനമാണ്. ഏതായാലും ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇസ്ലാം ഈ അടിമകൾക്ക് നൽകിയ പരിഗണനകൾ, അവർക്ക് വകവെച്ച അവകാശങ്ങൾ, ഇത് കാരണത്താൽ ഇതിപ്പോൾ നമ്മൾ ചില ഭരണാധികാരികളെ എഴുതിയത് ഇതിൽ പരിമിതമല്ല. പണ്ഡിതന്മാരെ നോക്കി നിങ്ങൾ, ഫുഖഹാക്കൾ, മുഹദ്ദിസുകൾ നോക്കിയത്, അലി സൈനുൽ ആബിദീൻ, സാലിം ഇബ്നു ഉമർ, ഖാസിം ഇബ്നു മുഹമ്മദ്. പേർഷ്യക്കാരോടുള്ള യുദ്ധത്തിൽ യസ്ദജർദ് രാജാവിൻ്റെ മക്കൾ പിടികൂടപ്പെട്ടു, അവർ ബന്ദികളാക്കപ്പെട്ടു, അവർ യുദ്ധത്തിൽ അടിമകളാക്കപ്പെട്ടു. ഈ അടിമകളെ ഒരാളെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു, ഉമ്മു വലദ്, അതിലാണ് അലി സൈനുൽ ആബിദീൻ കുട്ടി ഉണ്ടായത്. ഒരാളെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ കല്യാണം കഴിച്ചു, തൻ്റെ വെള്ളാട്ടിയായി സ്വീകരിച്ചു, അതിലാണ് സാലിം ബിൻ ഉമർ ഉണ്ടായത്. ഒരാളെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ മുഹമ്മദ് തൻ്റെ ഇണയായി സ്വീകരിച്ചു, അതിലാണ് ഖാസിം ഇബ്നു മുഹമ്മദ് കുട്ടി ഉണ്ടായത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി ഖാസിം. ഈ ഖാസിം മദീനയിൽ അറിയപ്പെട്ട 7 ഫുഖഹാക്കളിൽ ഒരാളാണ്. സാലിം ഇബ്നു ഉമർ സയ്യിദു താബിഈൻ, താബിഈങ്ങളിൽ സയ്യിദ് എന്ന വിശേഷണമുള്ള ആളാണ്. അലി സൈനുൽ ആബിദീൻ, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൻ അലി സൈനുൽ ആബിദീൻ, എത്ര ഒരു താരശോഭയാണ് അലി സൈനുൽ ആബിദീൻ. ഇതൊക്കെ അടിമകളായിട്ടുള്ള സ്ത്രീകൾക്ക് ജനിച്ച മക്കളാണ്. ഇവർ ഉണ്ടല്ലോ, ഈ അടിമ സ്ത്രീകളിലൂടെ ഉണ്ടായപ്പോഴാണ് ഇത്രയും വലിയ മഹത്തുക്കൾക്ക് ജന്മം നൽകാം ഈ അടിമകളായിട്ടുള്ള സ്ത്രീകളിലൂടെ കഴിയുമെന്ന് ലോകം മനസ്സിലാക്കിയിട്ട് പിന്നെയാണ് അടിമ സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന അവസ്ഥ മുസ്ലിമീങ്ങളിൽ സാർവത്രികമായത് എന്ന് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഞാനിത് പറഞ്ഞു വന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം ഈ അടിമകൾക്ക് സ്ഥാനം കൽപ്പിച്ചു, അവകാശങ്ങൾ വകവെച്ചു, അവർക്ക് സ്വാധീനവും അവസരവും കൊടുത്തു. അത് കാരണത്താൽ അടിമകൾ ആരായി വാണു, ആരായി ഉയർന്നു എന്ന് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങളാണ്. ഇതൊരു വലിയ ചരിത്രമാണ്, നല്ല ഒരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഈ അടിമത്ത സമ്പ്രദായം ഇസ്ലാമിൽ അത് പിന്നെ ഒരിക്കലും മറ്റു മതങ്ങളിലോ അതേപോലെ മറ്റു നാടുകളുടെയും ജനതകളുടെയും ചരിത്രത്തിലോ നമ്മൾ കേൾക്കുന്നത് പോലെ വായിക്കുന്നത് പോലുള്ള ഒരു വിഷയമേ അല്ല. പിന്നെ അന്യാചാരങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാമിക പൈതൃകവുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിൻ്റേത് ഈ വിഷയത്തിൽ ഒരു വേറിട്ട വിശുദ്ധമായൊരു കാഴ്ചപ്പാടാണ് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ചിലതൊക്കെ ഞാനൊരു ചാടിപ്പോക്കാണ് നടത്തിയത്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതൽ പഠിക്കാൻ ഇനിയും അവസരം കാണണം എന്നാണ് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സദസ്സിനെ അല്ലാഹു ഉപരിലോകത്തൊരു പുണ്യമായി സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗ്ഗം നൽകി അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും മോചിപ്പിക്കുമാറാവട്ടെ. ഈ ദീനിൻ്റെ ഖാദിമുകളായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.